Good morning. So, we last class പഠിച്ചത് phyllotaxia, that is arrangement of leaf on stem or branch. അതിനകത്ത് മൂന്ന് തരം phyllotaxia കുറിച്ച് പഠിച്ചു. ഒരെണ്ണം ബോഡി കിടപ്പുണ്ട്, ആൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വോൾട്ട്. അതാണ് പഠിച്ചത് അല്ലേ? ഇന്ന് നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് പഠിക്കാം. So let's study about the modifications of leaf. So എന്താണ് മോഡിഫിക്കേഷൻ? Any function other than normal function is said to be modifications. നമുക്ക് ലീഫിന്റെ മോഡിഫിക്കേഷൻ കൂടി പഠിക്കാം. So that's everything. It's called the modifications of leaf. എല്ലാത്തിനും മോഡിഫിക്കേഷൻ, റൂട്ടിന് മോഡിഫിക്കേഷൻ കണ്ടു, നമ്മൾ സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ കണ്ടു. സ്റ്റെം തന്നെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ, ഏരിയ സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ, സബ് ഏരിയ സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ, റൂട്ട് തന്നെ ടാപ്പ് റൂട്ട്, അതുപോലെ അഡ്വന്റീഷ്യസ് റൂട്ട് ഒക്കെ മോഡിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ലീഫിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ട്. ഇൻ സം പ്ലാന്റ്സ് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു ടെൻഡ്രിൽ. നേരത്തെ ടെൻഡ്രിൽ പഠിച്ചല്ലോ, അത് സ്റ്റെം ടെൻഡ്രിലാണ്, ഇത് ലീഫിന്റെ ടെൻഡ്രിലാണ്. ഇൻ സർട്ടൺ പ്ലാന്റ്സിലേക്ക് പി പലവർഗപ്പെട്ട ചില ചെടികൾക്ക് കണ്ടോ ഇല, ഇത് ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്, ഇതൊരു ലീഫ്ലെറ്റ്. ഓക്കെ, ഇത് ആക്സിഡന്റ് ബഡ് പൾമിനസ് ആയിട്ടുള്ള ലീഫ്. ഓക്കെ, ഇവിടെ ഒരു ലീഫ്ലെറ്റ് ആണ് വരേണ്ടത്, പക്ഷേ ഇറ്റ് ഈസ് മോഡിഫൈഡ് ഇൻടു ടെൻഡ്രിൽ. നിങ്ങൾ ഇങ്ങനത്തെ പയർ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? ഉണ്ട്, നമ്മളെ പയർവർഗപ്പെട്ട ചില ചെടികളുണ്ട്. ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ചില കളപ്പയറായിട്ട് ചെടികളൊക്കെ നോക്കി ഇങ്ങനെ കാണാൻ കഴിയും. ഇത് ഈ ചാപ്റ്റർ അവസാനം തന്നെ ഒരു പടം കൊടുത്താണ്, നീ അടുത്ത് കട്ട് ചെയ്തില്ല, കണ്ടല്ലോ? ഈ പടമാണ്. അവിടെ ലീഫ് കണ്ടോ? ശ്രദ്ധിച്ചല്ലോ, അവിടെ ലീഫ്ലെറ്റ്സ് ഈസ് മോഡിഫൈഡ് ഇൻടു ടെൻഡ്രിൽസ്. ഇൻ വിച്ച് പ്ലാന്റ്? ഇൻ പി ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു ടെൻഡ്രിൽ. ലീഫിലെറ്റ് മോഡിഫൈ ചെയ്താലും ലീഫിനെ മോഡിഫൈ ചെയ്യുന്നതിനാണല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൺ മോഡിഫിക്കേഷൻ. അത് വൺ. ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു സ്പൈൻസ്. സ്പൈനുകൾ, സ്പൈൻ നിങ്ങൾ പഠിച്ചു, ഇത് പഠിച്ചത് നേരത്തെ. എന്താണത്? ദിസ് ഈസ് Opuntia, അല്ലേ? Phyllobrand example. Photosynthesis stem. ഇതിലെ ലീഫിന്റെ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു സ്പൈൻസ്, മുള്ളുകളായി രൂപാന്തരം പ്രാപിച്ചു അല്ലേ? സോ ഇൻ സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് കാക്ടസ് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു സ്പൈൻസ്. എന്താ ഈ മോഡിഫിക്കേഷൻ ഉപയോഗം? ഇറ്റ് ഈസ് ഫോർ പ്രൊട്ടക്ഷൻ അല്ലേ? പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട്. ഇതെന്തായിരിക്കും ഉപയോഗം? ഹെൽപ്പിംഗ് ടു ക്ലൈംബ് ഓർ സപ്പോർട്ട്, ഇവിടെ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ സഹായിക്കുന്നത് അല്ലേ? സോ ദിസ് ലീഫ് മോഡിഫിക്കേഷൻ ഈസ് ടെൻഡ്രിൽ ഈസ് ഫോർ സപ്പോർട്ട്. This is for protection, also for support. മുള്ളുള്ളതുകൊണ്ടായി എവിടെയെങ്കിലും വടക്ക് പിടിക്കാനൊക്കെ സഹായിക്കും അല്ലേ? That's second one. Third one, leaf is modified into fleshy leaves. Fleshy leaf. Leaf ഒന്ന് മോഡിഫൈ ചെയ്ത് ഫ്ലഷി ലീഫ് ആയി മാറുക. അതേതാണ് ചെടി? നിങ്ങളുടെ വീട്ടിലുള്ള സവാള, ഉള്ളിയൊക്കെ ഇല്ലേ അല്ലേ? ഉള്ളി സവാള ഒക്കെ എടുത്ത് നോക്കൂ. ഉള്ളി മുറിയൊക്കെ മുറിച്ചാൽ ആക്ച്വലി ഈ ഒണിയൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആണ്. യു നോ ദാറ്റ്? ഒണിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉള്ളി സവാള എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആണ്. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെം കാണാം, കണ്ടോ? ഇത് സ്റ്റെമ്മാണ്, ഇത് റൂട്ടാണ്, ദിസ് അഡ്വന്റീഷ്യസ് റൂട്ട്, ഇത് ലീഫാണ്. ബട്ട് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു ഫ്ലഷി ലീഫ്. ഫ്ലഷി ലീഫായിട്ട് മോഡിഫൈ ചെയ്തത്. ഇതിന് ഫോട്ടോസ് ലീഫ് ഉണ്ടാകും, സാധനം നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് ലീഫ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നോർമലി ദിസ് ഇസ് ലീഫ്. കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഡൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ അകത്ത് ബഡുണ്ട്, എപ്പിക്കൽ ബഡ്. ഇവിടെ ഓരോ ഈ ഇലകൾക്കിടയിലും ഓരോ ബഡ് ഇരിപ്പുണ്ട്, ലാറ്ററൽ ബഡും എല്ലാം ഉണ്ട്. സോ ഒണിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് നിൽക്കട്ടെ. ഇൻ ദിസ് പ്ലാന്റ് ലീഫ് ഇസ് മോഡിഫൈഡ് ഇൻടു ഫ്ലഷി ലീഫ് and which is helping for storage of food. The food store ചെയ്യാണ്, ഫുഡ് സ്റ്റോറിംഗ് ആണ്, ഫുഡ് സ്റ്റോറിംഗ് ആണ്. പരീക്ഷ ചോദിക്കും ഇൻ വിച്ച് പ്ലാന്റ്? ഒണിയൻ. ഈ പ്ലാന്റ് ഒണിയൻ അല്ല, ഇൻ ഒണിയൻ ഇങ്ങനെയുള്ള നമ്മൾ ബൾബ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇൻ ഒണിയൻ ബൾബ് ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻടു ഫ്ലഷി ലീഫ് ആൻഡ് വിച്ച് ഈസ് സ്റ്റോറിംഗ് ഫുഡ്. That's the third modification. അല്ലേ? അപ്പൊ നമ്മൾ എത്ര ലീഫ് മോഡിഫിക്കേഷൻ പഠിച്ചു? ഒന്ന്, ലീഫ് ഈസ് മോഡിഫൈഡ് ടെൻഡ്രിൽ ആസ് ഇൻ പീ, which is helping for support. Second, leaf is modified spine actins cactus, helping for support also, save against grazing animals. Third one, leaf is modified into fleshy leaf as in which plant? Onion bulb, where food is stored in fleshy leaf. Okay?
ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചാൽ പുസ്തകത്തിലില്ല, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇതൊക്കെ വരച്ചു വെച്ചേക്കും. ഇപ്പൊ 3 മോഡിഫിക്കേഷൻ ആയാലും ഇത് 4ാമത്. ലീഫ് ഈസ് മോഡിഫൈഡ് ടു ഫില്ലോഡ്. ഫില്ലോ ക്ലാണെന്ന് കുറിച്ചല്ലേ, എന്താണ് ഫില്ലോഡ്? അത് നോക്കുള്ളൂ. ഇൻ സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് ഓസ്ട്രേലിയൻ അക്കേഷ്യ, ഇൻ സർട്ടൻ പ്ലാന്റ്സ് ലൈക്ക് ഓസ്ട്രേലിയൻ അക്കേഷ്യ. അക്കേഷ്യ എന്നൊക്കെ വലിയ ചെടിയാണല്ലോ. ഓസ്ട്രേലിയൻ അക്കേഷ്യ ആയാലും നമ്മുടെ അക്കേഷ്യ ഒന്നും തന്നെ. കാരണം അറിയുമോ, ഇത് ആക്ച്വലി ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്, നമ്മുടെ ചെടിയല്ലേ. ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് പറയുന്നത് പുസ്തകത്തിൽ ഓസ്ട്രേലിയൻ അക്കേഷ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ കാണുന്ന റോഡിലൊക്കെ കാണുന്ന അക്കേഷ്യ തന്നെയാണ്. ഈ ചെടി പ്രത്യേകത അറിയുമോ, ഈ ചെടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ലീഫ് ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഇങ്ങനത്തെ ലീഫല്ല കാണുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ ലീഫാണ് കാണുന്നത്. ആക്ച്വലി ഈ ചെടിയുടെ യഥാർത്ഥ ലീഫ് ഇതല്ല. ഈ ചെടി യഥാർത്ഥ ലീഫ് കാണണമെന്ന് നിങ്ങൾ ഇതിന്റെ വളരെ യങ്ങറായിട്ടുള്ള തൈകൾ ഇങ്ങനെ കിളിച്ചു വരുന്ന വീട് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇല ഇങ്ങനെ എനിക്ക് ഇരിക്കുന്നു. അതായത് തൊട്ടാവയുടെ ഇല പോലെ എനിക്ക് ഇരിക്കുന്നു. ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങനെ ഇരിക്കും, തൊട്ടാവയുടെ ഇല പോലെ ഇരിക്കുന്നു. ധാരാളം ലീഫ്ലെറ്റുകളുമായിട്ട് ഇങ്ങനെ ഇരിക്കും. തയ്യങ്ങളുള്ള ചില വളരെ റയറായിട്ട് ഇത് കണ്ടുപിടിക്കാനൊക്കെ മിക്കപ്പോഴും ഇത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. പക്ഷെ അക്കേഷ്യയിലെ ധാരാളം തൈകൾ വിളിച്ചിരുന്നു നോക്കിയാൽ ഇങ്ങനെ കാണാൻ കഴിയും. ഈ നെയ്മ് പ്ലാൻ. എന്നിട്ട് എന്ത് ചെയ്തു, ദീസ് ലീഫ്ലെറ്റ് ഷെഡ് ഓഫ്, ഇതൊന്ന് പൊഴിഞ്ഞു പോകും. എങ്ങർ ലീഫ്ലെറ്റ് ഷെഡ് ഓഫ്. ആൻഡ് ഇത് കോമ്പൗണ്ട് ലീഫാണ്. അതിന്റെ തണ്ടെന്ന് വിളിക്കാം റാച്ചിസ്. ഈ റാച്ചിസ് ഇത്രയും പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പരന്ന് ഇങ്ങനെയാണ്. ദിസ് റാച്ചിസ് ബിക്കം ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫില്ലോഡ്. അപ്പൊ ഇലയുടെ മോഡിഫിക്കേഷനിലെ ആക്ച്വലി ഇലയാണോ അല്ലെങ്കിൽ ഇലയുടെ തണ്ടാണ്. ഇല പൊഴിഞ്ഞു പോയി. ഇതുണ്ടാകുന്നു പൊഴിഞ്ഞു പോകുന്നു, ഉണ്ടാകുന്നു പൊഴിഞ്ഞു പോകുന്നു. പിന്നെ ഉണ്ടാകാതിരുന്നാൽ പോലെ പിന്നുള്ളത് ഉണ്ടാകത്തില്ല. മെച്ചനാളത് ഉണ്ടാകത്തുമില്ല. പൊഴിച്ച് കളയാനാണ് പിന്നെ എന്താണ് കഷ്ടം ഉണ്ടാകുന്നത് ചെടി വിചാരിക്കും. ആദ്യം അത് ഉണ്ടാവും, പിന്നെ ഉണ്ടാകുന്നതിനകത്ത് ഇത് കാണട്ടെ, ഇത് മാത്രമേ കാണൂ, ഇത് മാത്രം പരന്ന് ഇങ്ങനെയാവും. ദിസ് ബിക്കം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ എന്താണ് ഓസ്ട്രേലിയൻ അക്കേഷ്യയുടെ മോഡിഫിക്കേഷൻ? ദാറ്റ് ഈസ് എ ഫില്ലോഡ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ഷോർട്ട് ലീവ്ഡ് ലീവ്സ് ഷെഡ് ഓഫ്. ഷോർട്ട് ലീവ്ഡ് ലീവ് എന്ന് വെച്ചാൽ കുറച്ചു കാലം മാത്രം ജീവിക്കുന്ന ഇല അങ്ങ് പൊഴിക്കും. ആൻഡ് ദ റാച്ചിസ്, പുസ്തകത്തിൽ പീറ്റിയോളെന്നും കൊടുത്തിട്ടുണ്ട്. പീറ്റിയോൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, റാച്ചിസ് ആണ്. ആൻഡ് റാച്ചിസ് ബിക്കം ഫ്ലാറ്റൻഡ് ടു ബിക്കം ഫോട്ടോസിന്തസിസ്. ഈ ഉരുണ്ടിരുന്ന ഈ തണ്ട് പരന്ന് ഇങ്ങനെ ഉണ്ടാവും. എന്ത് ചെയ്യാം, ഫോട്ടോസ് ചെയ്യാൻ കഴിയും. ദിസ് കാൾഡ് ഫില്ലോഡ്. രണ്ടു സ്ഥലം ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ഫില്ലോഡ്, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫില്ലോഡ് ആൻഡ് ഫില്ലോക്ലാഡ്, അതും ചോദിച്ചേക്കാം. അപ്പൊ ഫില്ലോഡ് ഈസ് എ flattened rachis of certain plants like Australian acacia where young leaves are shed off and a rachis or leaf petiole flattened to become photosynthetic structure. Okay, young leaf shed off and the rachis or petiole become flat, become a photosynthetic structure. That is called phylloid. ഏതാണ് എക്സാമ്പിൾ Australian acacia. ഓർത്തോ, നാലായാലും പടമൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചോണം. നേരിട്ട് കാണിക്കുന്നത് കണ്ടല്ലോ. അടുത്തത് 5 പിക്ചർ പിന്നപ്പന്തസ്. പിക്ചർ സ്പെല്ലിംഗ് അല്ല, PITCHR അല്ല, പിക്ചർ പടമല്ല, പിക്ചർ. പിക്ചറിന്റെ കുടം നടത്തും. അതായത് നെപ്പന്തസ് എന്ന് പറയുന്ന ചെടി ഇല. ഈ ചെടിയെ പറ്റി അറിയാലോ, ഇതൊരു ഇരവിടിയൻ ചെടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഇല ഇച്ചിരി ഇങ്ങനെ മോഡിഫൈ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഷെഡ് ഇങ്ങനെ പിരിഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരു കുടം പോലെ ആയി മാറുന്നുണ്ട്. ഒരു അടപ്പമൊക്കെ കാണും. പടമായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഈ കുടത്തൊഴിലാണ് പിക്ചർ, PITCHR. ഇതതിന്റെ അടപ്പാണ്, ലിഡ്. ഇതതിന്റെ തണ്ടാണ്, PTO. ഇത് ലീഫ് ബേസ് ആണ്. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ട ഇലയായിരുന്നു, അതിങ്ങനെയായി മാറി. ഒരു മോഡിഫിക്കേഷൻ അല്ല. ഇതിനെ കിട്ടാ ടു ക്യാപ്ചർ ഇൻസെക്ട്സ് ആണ്. ഇത് ഇൻസെക്ടുവർ പ്ലാന്റ്. ഇങ്ങനെ ഇരുന്ന ജന്തുക്കളെ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ ഇല ഇങ്ങനെ കുടം പോലെയായി മാറിയിട്ട്, ഫോട്ടോ കാണുന്നുണ്ടല്ലോ, കുടം പോലെയായി മാറിയിട്ട് ജന്തുക്കളെ പിടിച്ച് തിന്നുന്ന ഒരു സ്ട്രക്ചറായി മോഡിഫൈ ചെയ്തു. ഇത് ആരാണ് ഇങ്ങനെ മാറിയത്? ദിസ് പാർട്ടാണ് അല്ലേ. സോ ലീഫ് ഈസ് മോഡിഫൈഡ് ഇൻ എ പിക്ചർ ആസ് ഇൻ ദ പ്ലാന്റ് ലൈക്ക് നെപ്പന്തസ്. ഇതൊക്കെ മോഡിഫിക്കേഷൻ അല്ലേ. ഇപ്പൊ എന്തൊക്കെയാണ് മോഡിഫിക്കേഷൻ? ലീഫിന്റെ ടെൻട്രിൽ,
then scale leaf, then spines, then phyllodes, also picture. These are the 5 leaf modifications. അഞ്ചെണ്ണേ പഠിക്കുന്നു. ഇതൊക്കെ പരീക്ഷിച്ച് വായിക്കാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് വരച്ച് കൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയില്ല. ഇനി വേണമെങ്കിൽ എപ്പോൾ ഞാൻ പറയാം ഏത് പാർട്ട് എന്തായി മാറി എന്നാണ്. പിന്നീട് ഏത് പാർട്ട് എന്തായി മാറുന്നത് ഇതാണ് സാധാരണ. ഈ ലീഫ് ബ്ലേഡ് ആണ് എന്തായി മാറിയത്, പിക്ചറായി മാറിയത്. ലീഫ് പീറ്റിയോടാണ് ഈ സ്ട്രക്ചറായി മാറിയത്. ലീഫ് ബേസ് ആണ് ഈ സ്ട്രക്ചറായി മാറിയത്. അപ്പോൾ ലീഫ് ലാമിന ബിക്കം പിക്ചർ, പീറ്റിയോഡ് ബിക്കം കോയിൽഡ് സ്ട്രക്ചർ ആൻഡ് ലീഫ് ബേസ് ബിക്കം ഫ്ലാറ്റൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇൻവെസ്റ്റ്മെന്റ് പഠിച്ചാൽ മതി. പക്ഷെ ഇത് പഠിച്ചിരിക്കണം. പിക്ചർ ഈസ് മോഡിഫൈഡ് വിച്ച് പ്ലാന്റ് നെപ്പന്തസ്. വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി നെപ്പന്തസ്? ഇറ്റ്സ് ആൻ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. മലയാളത്തെ ഇരപിടിയും ചെയ്യും അല്ലേ. സോ ഇറ്റ് ക്യാപ്ചർ അനിമൽസ് ഫോർ ഇറ്റ്സ് കോമ്പൻസേഷൻ ഓഫ് ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. നമ്മൾ പഠിച്ചതാണ്. ഇത്തരം ചെടികൾക്ക് എവല്യൂഷനകത്ത് എന്തുണ്ടാക്കാൻ കഴിയുന്നില്ല, അമിനോ ആസിഡുകൾ നിർമ്മിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അമിനോ ആസിഡുകൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ധാരാളം പ്രോട്ടീനോട് കൂടി പറന്നു നടന്ന ജന്തുക്കളെ പിടിച്ച് ദഹിപ്പിച്ച് പ്രോട്ടീൻ എടുത്ത് ജീവിക്കും. ശരിയല്ലേ? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ മോഡിഫിക്കേഷൻസ് ഓഫ് ലീഫ്. അപ്പോൾ ലീഫിനെ കുറിച്ചുള്ള കഥ കഴിഞ്ഞു. So topic about the leaf is over. Now let's study next area, that is അപ്പോൾ കഴിഞ്ഞല്ലോ. സ്റ്റെമായി, റൂട്ടായി, ലീഫായി. ഇനി ഏതാണ്? ഫ്ലവർ ആണല്ലേ, ഫ്ലവർ ആണ്. പക്ഷേ പുസ്തകത്തിൽ ഫ്ലവറിന് മുമ്പ് ഇൻഫ്ലോറസെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഇൻഫ്ലോറസെൻസ് പഠിച്ചിട്ട് ഫ്ലവറിലേക്ക് പോകാം. കുറച്ചേ ഉള്ളൂ ഇൻഫ്ലോറസെൻസ്. അത് എന്താ ഇൻഫ്ലോറസെൻസ്? മലയാളം പൂങ്കുല എന്നാണ്. ഇൻഫ്ലോറസെൻസ്, പൂങ്കുല. എന്താണ് പൂങ്കുല? കുറെ പൂക്കൾ ഒരു മെയിൻ തണ്ടിൽ നിൽക്കുമ്പോൾ വിളിക്കുകയാണ് പൂങ്കുല. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് അറേഞ്ച് ആണ് കോമൺ സ്റ്റോക്ക്. ഒരു മെയിൻ തണ്ടിനകത്ത് കുറെ പൂക്കൾ ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പൂങ്കുല. ചെമ്പരത്തിക്ക് പൂങ്കുലയാണോ? അല്ല, അത് പൂവാണ് അല്ലേ. കണിക്കുന്നേക്കോ പൂങ്കുലയാണ്. അപ്പൊ എന്താ, മെയിൻ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ആണ് കോമൺ സ്റ്റോക്ക്. ഇതാണ് ഇൻഫ്ലോറസെൻസ്. സിമ്പിൾ. മലയാളത്തിൽ എഴുതാൻ മതി. കുറെ പൂക്കൾ ഒരു അച്ചുതണ്ടിൽ കാണപ്പെടുന്ന വിളിക്കുന്നവരാണ് ഇത് പൂങ്കുല. സോ ഇങ്ങനെ തന്നെ പറയുന്നത് എന്താണ്? ഫ്ലവർ ഈസ് arrangement of flower on a floral axis is called inflorescence. ഫ്ലവറിന്റെ ആക്സിസ് ആണ് ഫ്ലോറൽ ആക്സിസ്. അത് കുറെ ഫ്ലവേഴ്സ് ആണ്. ഒരു പൂങ്കുല. സോ ഇതെന്ന് വിളിക്കാം നമ്മൾ, ദിസ് ഇസ് ഫ്ലവർ. പൂവിന്റെ തണ്ടാണ് അല്ലെ, നമ്മൾ വിളിക്കും പെഡിസൽ. പക്ഷെ ഇത് പൂങ്കുലയുടെ തണ്ടാണ്. തണ്ട് പിടങ്കിൽ. വ്യത്യാസം പഠിച്ചോ. ഫ്ലവറിന്റെ തണ്ടിനെ പെഡിസൽ എന്നും പൂങ്കുലയുടെ തണ്ടിനെ പിടങ്കിൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിടങ്കിൽ ഇസ് എ കോമൺ ആക്സിസ്. ദിസ് ഇസ് എ കോമൺ ആക്സിസ്. ഈ പൂവിന് ഇത് കോമൺ അല്ല, ഈ പൂവിന് ഇത് കോമൺ അല്ല, പക്ഷെ എല്ലാ പൂവിനും കോമൺ ആണ്. സോ ഇറ്റ്സ് കോമൺ ആക്സിസ്. കോമൺ ആക്സിസ് കാൾഡ് peduncle. A number of flower arranged on a common stalk called peduncle is called inflorescence. അല്ലെ, മലയാളത്താണ് പൂങ്കുല എന്നാണ് മലയാളം. ഇനി പൂങ്കുല രണ്ട് തരത്തിലുണ്ട്, നമുക്ക് നോക്കാം. ഒന്ന് രണ്ടര പൂങ്കുല വരയ്ക്കും. ഇത് വായിക്കാൻ മനസ്സിലാക്കിയല്ലോ. അടുത്ത ഇൻഫ്ലോറസെൻസ് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവർ arranged on a common stalk is called peduncle, and a group of flower arranged on a common stalk is called inflorescence. The common stalk is called peduncle. Okay, ഇനി രണ്ടുതരം ഇൻഫ്ലോറസെൻസ് ആണ്. ഞാൻ വരയ്ക്കാം, നിങ്ങൾ പറയുന്ന എന്താണ് വ്യത്യാസം. ഇത് കണിക്കുന്നവരുടെ പൂങ്കുലയാണ്. ഓക്കെ, ഈ പൂക്കൾ നോക്കിയേ. ഇവിടെ മെറ്റ ഫ്ലവേഴ്സ് താഴെയാണ് അല്ലെ, മുകളിലെ ഇന്നർ ഫ്ലവേഴ്സ് മുട്ടൊക്കെ മുകളിലാണ്. ഈ വേറെ ഞാൻ വായിക്കാം. ഇവിടെ നോക്കിയേ, മെറ്റ ഫ്ലവേഴ്സ് മുകളിൽ മുട്ട താഴെയാണ് അല്ലെ. ഇത് ഏതിന് എക്സാമ്പിൾ ആണ് നിങ്ങൾ തോന്നുന്നത്? കണിക്കൊന്ന എങ്ങനെയല്ലേ ഇരിക്കുന്നത്?
അല്ലെ? തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും മുല്ല ഇങ്ങനെയല്ലേ, വിടർന്ന പൂ മുകളിൽ മുട്ട് താഴെയല്ലേ അല്ലെ? അപ്പൊ രണ്ടുതരം പൂമ്പിലുണ്ടല്ലോ അല്ലെ? വേർ മെച്ചർ ഫ്ലവേഴ്സ് അറ്റ് ദ ബേസ് ആൻഡ് യങ്ങർ അറ്റ് ദ എപെക്സ് അല്ലെ? ദിസ് കാൾഡ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ്, ഇതിനെ വിളിക്കുന്ന പേര് സൈമോസ് എന്നാണ്. റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസ്. വാട്ട് ആർ ടു ടൈപ്പ് ഇൻഫ്ലോറസൻസ്? റെസിമോസ് ആൻഡ് സൈമോസ്. ഇതിലാണ് മെച്ചർ ഫ്ലവർ താഴെ ഇങ്ങർ ഫ്ലവർ മുകളിലും റെസിമോസ്. എവിടെയാണ് മെച്ചർ ഫ്ലവർ മുകളിലും ഇങ്ങർ ഫ്ലവർ താഴെയും? സൈമോസ് അല്ലേ? പക്ഷെ മുകളിലും താഴെ എന്നൊന്നും അല്ല അതിന് ശരിക്കുള്ള ഡെഫിനിഷൻ. നമ്മൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് എഴുതാനും മാർക്ക് കിട്ടും. പക്ഷെ ഡെഫിനിഷൻ അങ്ങനെയല്ല. ഡെഫിനിഷൻ വേറെ വിധത്തിലാണ് പോകുന്നത്. അതായത് മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ. നിങ്ങൾ നോക്കി, ഇവിടെ ഈ ആക്സിസിന് വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ ആക്സിസ് എവിടെ അവസാനിച്ചു? ഇവിടെ അവസാനിച്ചു, വളർന്നില്ല. കാരണം മെച്ചർ ഫ്ലവർ അവസാനിച്ചു. ഇതാണെങ്കിൽ മുട്ടിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഹിയർ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ഓൺ ദ കോമൺ സ്റ്റോക്ക് ഇൻ എ അക്രോപീറ്റൽ മാനർ. എന്താണ് അക്രോപീറ്റൽ? നമ്മൾ നേരത്തെ എലിയുടെ കാര്യത്തിൽ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അക്രോപീറ്റൽ മെച്ചർ അല്ല താഴെയും, എങ്ങനല്ല മുകളിലും. അതേ ഓർഡറല്ലേ അല്ലേ? ശരിയല്ലേ? സോ ദിസ് ഈസ് ആൾസോ കോൾഡ് ആസ് അക്രോപീറ്റൽ. അക്രോപീറ്റൽ ഇൻഫ്ലോറസൻസ്. കാരണം മെച്ചർ താഴെ എങ്ങർ മുകളിലുമാണ്. മാത്രമല്ല ഒരു പ്രത്യേകത, പിഡങ്കിൽ കണ്ടിന്യൂ ടു ഗ്രോ അല്ലേ? സോ ദിസ് ഇസ് പിഡങ്കിൽ. നേരത്തെ വരച്ചാണ്. ദിസ് ഇസ് പിഡങ്കിൽ. ദിസ് ഇസ് പെഡിസൽ. ഒറ്റപ്പൂവാണ്. ഇത് ഒരു പൂവും, അത് പെഡിസല. പക്ഷെ ഇത് മൊത്തത്തിൽ ഒരു പൂവും വരില്ല. സോ വാട്ട് ഈസ് ദ റെസിമോസ് ഇൻഫ്ലോറസൻസ്? ഇറ്റ് ഇസ് ഇൻഫ്ലോറസൻസ് വെയർ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ഇൻ ആൻ അക്രോപീറ്റൽ ഓർഡർ. അക്രോപീറ്റൽ ഓർഡർ എന്ന് പറഞ്ഞാൽ മെച്ചർ ഫ്ലവർ താഴെ, എങ്ങൽ ഫ്ലവർ മുകളിൽ. ഇവിടെ നോക്കി, മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ഇൻ എ മെച്ചർ ഫ്ലവർ. അവസാനിച്ചു. അപ്പൊ ഈ ഗ്രോത്ത് ഇല്ല, തീർന്നു. ആൻഡ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ഇൻ എ ബേസിക് പീറ്റൽ ഓർഡർ. ബേസിക് പീറ്റൽ നേരെ തിരിച്ചാണ്. ദാറ്റ് ഈസ് മെച്ചർ ഫ്ലവർ അറ്റ് ദ എപെക്സ് ആൻഡ് എങ്ങൽ ഫ്ലവർ അറ്റ് ദ ബേസ്. രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നത് അക്രോപീറ്റലും ബേസിക് പീറ്റലും. മെച്ചർ താഴെ എങ്ങൽ മുകളിലുമാണെങ്കിൽ അക്രോപീറ്റൽ, നേരെ തിരിച്ചാണെങ്കിൽ ബേസിക് പീറ്റൽ. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. പഠിക്കാതെ എന്നിട്ട് പറയും മെച്ചർ ഫ്ലവർ താഴെ എങ്ങൽ ഫ്ലവർ മുകളിലുമാണെങ്കിൽ റെസിമോസ്. ശരിയാണ്. മെച്ചർ ഫ്ലവർ മുകളിൽ എങ്ങൽ ഫ്ലവർ താഴെയാണെങ്കിൽ സൈമോസ്. അതും ശരിയാണ്. പക്ഷേ ഡെഫിനിഷൻ അങ്ങനെയല്ല. മെയിൻ ആക്സിസ് കണ്ടിന്യൂ ടു ഗ്രോ ആൻഡ് ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ഇൻ എ റെസിമോസ് അല്ല അക്രോപീറ്റൽ മാനർ. അക്രോപീറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ എന്തുണ്ട്? മെച്ചർ താഴെയും എങ്ങൽ മുകളിലുമാണെന്നുണ്ട് അല്ലെ? ഇവിടെ എന്ന് പറയുന്നത് നമ്മള് മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ഇൻ എ മെച്ചർ ഫ്ലവർ. Then flower buds or enger flowers are arranged at the lateral side in a basipetal manner. Basipetal എന്ന് വെച്ചാൽ മെച്ചർ ഫ്ലവർ മുകളിലും എങ്ങർ ഫ്ലവർ താഴെയും. ഞാനീ പറഞ്ഞിട്ട് നിങ്ങളുടേതായ ഭാഷയിൽ ലെക്ചർ നോട്ട് എഴുതുക. പുസ്തകത്തിന്റെ പേജസ് കിട്ടി കഴിയുമ്പോൾ അതിൽ നിന്ന് നോട്ട് തയ്യാറാക്കുക. പഠിക്കാം. അപ്പോൾ ഇതിനൊക്കെ എക്സാമ്പിൾസ് കൂടെ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിനെ പഠിക്കാനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള കാണിക്കൊന്നും കാശിയ. കാശിയാണ് എക്സാമ്പിൾ. ഇതിന്റെ എക്സാമ്പിൾ എന്താണ്? ജാസ്മിൻ. ജാസ്മിൻ ഇല്ല ഇങ്ങനല്ലേ അല്ലേ? ഇവിടെ ഞാൻ എടുത്ത് പറയാത്ത കാര്യം പുസ്തകത്തിനകത്ത് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുന്നില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഇൻഫ്ലോറസൻസ് കഴിഞ്ഞു. എന്തൊക്കെ ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിച്ചത്? ഇൻഫ്ലോറസൻസ് എന്താണെന്ന് പഠിച്ചു. രണ്ടര ഇൻഫ്ലോറസൻസ് പഠിച്ചു. ഒന്ന് റെസിമോസ്, മറ്റൊന്ന് സൈമോസ്. ഡെഫിനിഷൻ പഠിച്ചല്ലോ. അവിടെ പുതിയ രണ്ട് വാക്ക് പഠിച്ചു. എന്താണ്? അക്രോപീറ്റലും ബേസിക് പീറ്റലും. ഇതൊക്കെ എൻട്രൻസ് പോയിന്റ് ആണ്. അക്രോപീറ്റൽ ആൻഡ് ബേസിക് പീറ്റൽ. അപ്പൊ ഇൻഫ്ലോറസൻസ് പഠിച്ചു. ഇത് നമ്മൾ ഇതിന്റെ പ്രവേശിക്കാണ്. സ്റ്റഡി ഓഫ് ഫ്ലവർ. ഫ്ലവർ എന്താണ്? ഫ്ലവർ ഈസ് എ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പോം. അതാണ് ഒന്നാമത്തെ എസ് ആർ. ഫ്ലവർ ഈസ് എ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പോം. മനസ്സിലായത്? അതായത് നമ്മൾ തണ്ട് മുറിച്ചു കെട്ടാൻ കിളിക്കും, അത് എസെക്ഷൽ റീപ്രഷൻ ആണ്. പ്ലാന്റിൽ എസെക്ഷൽ റീപ്രഷൻ തന്നെയാണ് വെജിറ്റേറ്റീവ് റീപ്രഷൻ. ഓക്കെ. കാരണം സ്പോർ ഫോർമേഷൻ ഒന്നും പ്ലാന്റിലില്ല. എന്നാൽ
സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫ്ലവർ ഉണ്ടാകണം. ഫ്ലവറിലൂടെ ഗ്യാമേറ്റുകൾ ഉണ്ടായി, നമ്മൾ ഇത് പഠിച്ചതാണ്. ഫ്യൂസ് ചെയ്യുന്നു, സീഡ് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ പഠിച്ചാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫ്ലവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു സേ ദാറ്റ് ഫ്ലവർ ഇസ് എ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം. നമുക്ക് ഒരു ടിപ്പിക്കൽ ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഒരു ഫ്ലവർ ഒരു തണ്ട് കാണും, അതിങ്ങനെ ബൾബസ് ആയിട്ടിരിക്കും. അതിൽ നിന്ന് ഓരോരോ പാർട്സ് ഇങ്ങനെ ഉണ്ടാവും, നടുക്കായിട്ട് ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാവും. ഒരു ടിപ്പിക്കൽ ഫ്ലവറാണ്, എല്ലാ ഫ്ലവറും കാണുന്നില്ല. ടിപ്പിക്കൽ ഫ്ലവർ. ഇതിന് 4 വേർഡ് ഉണ്ട്. WHOR വേർഡ് എന്ന് വെച്ചാൽ ചുരുളെന്നാണ്. ചുരുൾ വേർഡ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ചെമ്പരത്തിപ്പൂ കൊടുക്കുകയാണെങ്കിൽ അതിന് പുറമെയായിട്ട് പച്ച കവർ കാണും, അതിനകത്തായിട്ട് ദളങ്ങൾ കൊണ്ടുള്ള കവർ കാണും, അതിനകത്തായിട്ട് അതിന്റെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കാണും, അല്ലെ? ഇതാണ് ഒരു പൂവിന്റെ യഥാർത്ഥ ഘടന എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ ഏറ്റവും പുറമെയുള്ള ഈ വേർഡിനെ വിളിക്കുന്നത് കാലിക്സ്. The outermost word is called calyx. ഇപ്പൊ ചെമ്പരത്തിയുടെ ഫ്ലവർ ആണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയുന്ന സാധനമാണ് ശരിക്കും കാലിക്സ് എന്ന് പറയുന്നത്. ഇതാണ് കാലിക്സ്. പിന്നെ കാണുന്ന ഈ നിറത്തോടു കൂടിയ ഭാഗം മൊത്തത്തിൽ ഒരു കൊറോള. കൊറോള അതാണ് ചെമ്പരത്തിക്കകത്ത് തിളങ്ങുന്ന ഇങ്ങനെ കാണുന്ന ഭാഗം, ഇതാണ് കൊറോള. പിന്നെ ഈ കാണുന്ന ഭാഗം ഇതിനെ വിളിക്കുകയാണ് ആൻഡ്രീഷ്യം. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ANDROECIUM, ആൻഡ്രീഷ്യം. ഇതതിന്റെ മെയിൽ സെക്സ് ഓർഗനാണ്. ഈ സാധനത്തിന്റെ പേരാണ് ഗൈനീഷ്യം. അതതിന്റെ ഫീമെയിൽ സെക്സ് ഓർഗനാണ്. സോ വാട്ട് ആർ ദ 4 വേർഡ്സ് ഓഫ് ഫ്ലവർ? outermost one is called calyx. Just near to that is corolla. Third word is called andrecium, and innermost one is called gynoecium. What are the male sex organ and female sex organ? Andrecium is the male sex organ, gynoecium is the female sex organ. അങ്ങനെയാണെങ്കിൽ ഒരു പൂവില് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കാൻ നിർബന്ധമായി 2 കാരണങ്ങൾ നിർബന്ധമായി ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും, അല്ലെ? അതുകൊണ്ട് ഈ ആൻഡ്രീഷ്യത്തിനെ ഗൈനീഷ്യനെ വിളിക്കുന്ന പേര് എസെൻഷ്യൽ വേർഡ്സ് എന്നാണ്. എസെൻഷ്യൽ വേർഡ് ആണ് നിർബന്ധം ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം പൂവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിന് ആൻഡ്രീഷ്യം ഗൈനീഷ്യത്തിൽ ഇവരും പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മൾ വിളിക്കുന്നത് എസെൻഷ്യൽ വേർഡ്. അത് കാലിക്സും കുറവില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം കാലിക്സും കുറവിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. സോ ദേ ആർ കോൾഡ് നോൺ എസെൻഷ്യൽ വേർഡ്സ്. കാലിക്സ് ആൻഡ് കൊറോള ആർ കോൾഡ് നോൺ എസെൻഷ്യൽ വേർഡ്സ്. ഓക്കെ, അപ്പോ ഞാൻ 4 ഭാഗം പറഞ്ഞതൊക്കെയാണ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. ഞാൻ ഇതാണ് 1, 2, 3, 4. ഇതിനൊക്കെ യൂണിറ്റുകളുണ്ട്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണൻസ്. ഇപ്പൊ കാലിക്സ് ഞാനിവിടെ ഇങ്ങനെ എഴുതി വരച്ചു. നിങ്ങൾ നോക്കി ഇവിടെ 5 എണ്ണം കാണും. 1, 2, 3 അപ്പുറത്ത് 2 എണ്ണം കാണും. അപ്പൊ മാറ്റി ഇറക്കുവാണെങ്കിൽ 1, 2, 3 പിന്നെ ഇങ്ങനെ 5 എണ്ണം കണ്ടു. അപ്പൊ ഈ കാലിക്സിന്റെ യൂണിറ്റ് നമ്മൾ വിളിക്കുന്നതാണ് സെപ്പൽ. SEPAL, sepal. So calyx is made up of sepals and corolla is made up of petals. Petal. Corolla യൂണിറ്റ് പേരാണ് പെറ്റൽ. ആദ്യത്തെ യൂണിറ്റ് പേര് സ്റ്റേമൻ എന്നാണ്. സ്റ്റേമൻ. യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം കാർഡ് സ്റ്റേമൻ. ആൻഡ് ഗൈനീഷ്യത്തിന്റെ ഒരു പേരുണ്ട്, ഇറ്റ്സ് ആൾസോ കാർഡ് ആസ് പിസ്റ്റിൽ. ആൻഡ് ദിസ് യൂണിറ്റ്സ് ആർ കാർഡ് കാർപ്പൽ. നമ്മള് 4 വേർഡ് അതിന്റെ യൂണിറ്റിന്റെ പേരെല്ലാം പഠിച്ചു, അല്ലെ? വാട്ട് ആർ ദ 4 വേർഡ്സ്? outermost is called calyx, യൂണിറ്റ് പേര് സെപ്പൽ. Second is called corolla, യൂണിറ്റ് പേര് പെറ്റൽ. Third word is called andrecium, യൂണിറ്റ് പേര് stamen. And fourth word is called gynoecium or pistil, units are called carpel. Okay. So what are the essential words? Gynoecium and andrecium and gynoecium are essential words. Calyx and corolla are
കാലിക്സ് ആൻഡ് കൊറോള അല്ലേ, CC ഇതാണ്. ആ കാർഡ് നോൺ എസെൻഷ്യൽ വേർഡ്സ്. നമുക്കറിയാം എന്തുകൊണ്ട് എസെൻഷ്യൽ വേർഡ് എന്ന് വിളിക്കുന്നത്. ആൻറ്റീഷ്യൻ കൈനീഷ്യൻ പിന്നെ എസെൻഷ്യൽ പ്രശ്നമില്ല, പക്ഷെ കാലിക്സും കൊറോള ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, അതാണ് മനസ്സിലായല്ലോ. സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ. ഇതിന്റെ വേറൊരു പടം നമ്മൾ മറ്റൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഇയറിലെ പടം കുറെ കൂടെ നീറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്തു, കണ്ടല്ലോ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾ പോയി ഫ്ലവറിനെ കണ്ടു. ഞാൻ പറയുന്നത് ഫ്ലവർ ഒരു മോഡിഫൈഡ് ഷൂട്ട് ആണെന്ന് പറയും. ഐ എം സെയിങ് ദാറ്റ് ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. എന്തൊരു ഷൂട്ട്? പാർട്ട് ഓഫ് ദ പ്ലാന്റ് ബോഡി എബോവ് ദ സോയിൽ ഈസ് കാൾഡ് ഷൂട്ട് അല്ലേ. അത് ഇതൊരു ഷൂട്ടാണെന്ന് ഞാനൊരു ചെടി വരയ്ക്കുകയാണ്. ഇല, അഗ്രത്ത് ബട്ട്, ഇലയുടെ ബേസിൽ ബട്ടുണ്ട്, അഗ്രത്ത് ബഡുണ്ട്, പിന്നെ വേരുണ്ട്. അപ്പൊ ഇതാണ് ഷൂട്ട് അല്ലേ. ഇതാണോ ഒരു ഫ്ലവർ? ഇത്രയാണോ ഫ്ലവർ? ഞാൻ പറയാണ് ഫ്ലവർ ഒരു മോഡിഫൈഡ് ഷൂട്ടാണ്. അതെങ്ങനെ ശരിയാവും? ശരിയാവും. അതായത് ഈ ഫ്ലവറിന്റെ ഈ തണ്ടിന് കാർഡ് പെഡിസൽ. ഫ്ലവറിന്റെ തണ്ടിന്റെ പേര് പെഡിസൽ എന്നാണ്. മാത്രമല്ല പെഡിസൽ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു റൗണ്ട് ഒരു പാർട്ട് അവസാനിക്കും. ആ റൗണ്ട് പാർട്ട് ഈസ് കാൾഡ് തലാമസ്. അതിന് 3-4 പേരുണ്ട്. തലാമസ് അല്ലെങ്കിൽ ടോറസ് അല്ലെങ്കിൽ റിസപ്റ്റിക്കിൾ, 3 പേര്. Pedicel terminate in a bulbous part where floral parts are arranged. അങ്ങനെയല്ലേ പറയേണ്ടത്. What's a pedicel? It's a stalk of the flower. പൂവിന്റെ തണ്ടാണ് pedicel. Pedicel terminate in a bulbous part called thalamus, torus or receptacle where floral parts are arranged. കണ്ടില്ലേ? ഫ്ലോറൽ പാർട്സ് എല്ലാം എവിടെ? കാൽസ്യം എല്ലാം അറേഞ്ച് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ കാര്യത്തിലേക്ക് വരികയാണ്. ഫ്ലവർ ഒരു മോഡിഫൈഡ് ഷൂട്ട് ആണോ? പരിശോധിക്കാം. ഈ പെഡിസൽ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഈ സ്റ്റെം ആയിരുന്നു. കണ്ടോ, ഈ സ്റ്റെം ഇങ്ങനെ വളർന്നു പോകുന്നതായിരുന്നു, പക്ഷെ ഇങ്ങനെ അങ്ങ് അവസാനിച്ചു. സ്റ്റെമ്മാണ്. ഈ കാലിക്സ് എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഇലയാണ്. കൊറോള എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ഇലയാണ്. ആന്റീഷ്യം എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് ലീഫാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നത് മോഡിഫൈഡ് ലീഫ്സ് ആണ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇലകൾ മോഡിഫൈ ഉണ്ടായ ഭാഗങ്ങളല്ല, ഇതെല്ലാം ഇലകൾ മോഡിഫൈ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഒരു ചെടീനെ വളർന്ന ഒരു പാതി ഇലയും മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലേ. ഇത്തിരി വലുതാവുന്ന ഇല ഉണ്ടാകുന്ന ഭാഗത്ത് തന്നെ എന്തായാലും ഫ്ലവർ ഉണ്ടാകും അല്ലേ. അപ്പൊ ഇല ഉണ്ടാകുന്ന ഭാഗത്താണ് ഫ്ലവർ ഉണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ തന്നെയാണ് മോഡിഫൈ ചെയ്ത് ഫ്ലവർ ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റെം ആണെങ്കിൽ ഇതിനകത്ത് ഇലകൾ ഉണ്ടായ ഭാഗമല്ലേ, നോഡല്ലേ. അപ്പൊ ഇവിടെ നോഡുണ്ട്, ഇത് നോഡാണ്, അവിടുന്ന് കാലിക്സ് ഉണ്ടായി. ഇത് നോഡാണ്, അവിടുന്ന് കൊറോള ഉണ്ടായി. ഇത് നോഡാണ്, അവിടുന്ന് ആന്റീഷ്യം ഉണ്ടായി. ഇത് നോഡാണ്, ഗൈനീഷ്യം ഉണ്ടായി. ഇപ്പൊ 2 നോഡുകളാണ്. അതിന്റെ ഇടയ്ക്കുള്ള ദൂരം എന്താണ്? ഇന്റർനോഡാണ്. നോഡുണ്ടെങ്കിൽ 2 നോഡുകൾ ദൂരം ഇന്റർനോഡ് കാണുമല്ലോ, വളരെ ചെറുതാണെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. കമന്റ്. ഇപ്പൊ എന്താ നിങ്ങൾ? ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് ബിക്കോസ് the pedicel is a stem and pedicel's growth is condensed become the torus. That condensed torus contain node and internode. From the nodal region, calyx, corolla, ambitium, gynation, etc. are developing. And since there is node, there must be internode. So we can say it has stem, node, internode, leaf. So this is a modified shoot. Flower is a modified shoot. Comment അല്ലെങ്കിൽ establish അല്ലെങ്കിൽ justify എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇത്ര എഴുതിയാൽ എന്താണ്? Flower is a modified shoot because pedicel can be considered as a stem and the condensed stem is a torus and it contains node and internode and floral parts such as calyx, corolla, etc. are developing from the nodal region and calyx, corolla, ambitium, gynation, etc. are modified leaves. Since it has leaf, node, internode and stem, this is a modified shoot. ശരിയല്ലേ? എഴുതി പഠിച്ചോ. സോ ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഇനി ഫ്ലവറിന്റെ 4 ഓർഗൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോളൻ എൻഡ് ഓഫ് ദ പെഡിസൽ ഈസ് കാൾഡ് തലാമസ് അഥവാ റിസപ്റ്റിക്കിൾ. പെറ്റിക്കാസ്, കാലിക്സ് ആൻഡ് കൊറോള ഈസ് കാൾഡ് അസസറി വേർഡ്സ്. നോൺ എസെൻഷ്യൽ വേർഡ് ഒരു വേർഡ് ഉണ്ട്. നോൺ എസെൻഷ്യൽ ഈസ് കാൾഡ് അസസറി. അസസറി എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന അസസറീസ്. കാർ വാങ്ങുമ്പോൾ അസസറീസ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? വിൻഡ് ഷീൽഡ്, അതുപോലെ പിന്നെ സൈഡിൽ ഗ്ലാസ്, പിന്നെ അകത്ത് ലൈറ്റ്, പിന്നെ അങ്ങനെ ചില സാധനങ്ങൾ. അതില്ലെങ്കിൽ വണ്ടി ഓടും
അല്ലെ? അസസറി ഫിറ്റ്, ബൈക്ക് വാങ്ങുവാണെങ്കിൽ ബൈക്കിന് അസസറീസ് ഉണ്ട്, എക്സ്ട്രാ ഹോൺ, 2-3 മഞ്ഞ ലൈറ്റ്, പിന്നെ കുറെ നിറത്തിലുള്ള സംഭവങ്ങൾ, പിന്നെ ഹാൻഡിനകത്തൊരു കവറ്, അല്ലെ? സീറ്റിന് കവറ്, ഹെൽമെറ്റ്, ഇതൊന്നും ഇല്ലെങ്കിൽ വണ്ടി ഓടുമല്ലോ. അതൊന്നും അപ്പൊ മെയിൻ പാർട്സ് അല്ല, അസസറീസ് ആണ്. അതുപോലെ പൂവിന്റെ അസസറി പാർട്സ് ആണ് എന്ത്? ഈ കാലിക്സും കൊറോളയും. നിർബന്ധമില്ല, ആൻഡീഷ്യം ഗൈനീഷ്യം നിർബന്ധമാണ്, അല്ലെ? സോ ആൻഡീഷ്യം ആൻഡ് ഗൈനീഷ്യം കാർഡ് എസെൻഷ്യൽ വേർഡ് അഥവാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, കാലിക്സ് ആൻഡ് കൊറോള കാർഡ് അസസറി വേർഡ്സ് അഥവാ നോൺ അസെൻഷ്യൽ പാർട്സ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇത് വരച്ചോണം, ഞാൻ ഇത് വായിക്കണം. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്. ഇതൊരു ചെമ്പരത്തി പൂവാണെന്ന് സങ്കല്പിച്ചോ. ഞാന് ലില്ലി ചെടിയുടെ പൂവുണ്ട്, ലില്ലിയൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഒരു ഉള്ളിച്ചെടിയാണ് ലില്ലി ചെടി. ആ ലില്ലി ചെടിയുടെ പൂ എടുത്തപ്പോൾ ഇങ്ങനെ കാണുന്നു. ഇതിനകത്ത് ഇങ്ങനെയുണ്ട്, കീറിയില്ല കേട്ടോ, കീറിയ ഇങ്ങനെ കാണാം. അപ്പൊ ഞാൻ പേരിടുകയാണ്, ഇത് ആൻഡീഷ്യം, ഇത് ഗൈനീഷ്യം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കീറത് വായിക്കാൻ കൺഫ്യൂഷൻ വരും. ആൻഡീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്, അല്ലേ? ഇതെന്തുവാണ്? കൊറോള. അപ്പൊ ഞാൻ കാലിക്സ് എന്ത് ചെയ്യും? അല്ലെ, കാലിക്സ് ഇവിടെ കാണാനില്ലല്ലോ. അപ്പൊ പിന്നെ കാലിക്സും കൊറോള ചേർന്നുണ്ടായതായിരിക്കും. അതായത് ചില പൂക്കൾക്കകത്ത് we cannot distinguish this part whether this is calyx or corolla. ഇത് കാലിക്സ് ആണോ കൊറോളയാണോ നമുക്ക് പറയാൻ ഒക്കുകയില്ല. അത്തരം അവസ്ഥകളിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പെരിയാന്ത്. പെരിയാന്ത് എന്ന് പറയും, PERIANTH, പെരിയാന്ത്. ഞാൻ ലില്ലിപ്പൂവിന്റെ ഫോട്ടോ ഇട്ട് കാണിക്കുന്നുണ്ട്. സോ എന്താണ് പെരിയാന്ത്? പെരിയാന്ത് ഈസ് എ ഫ്ലോറൽ പാർട്സ് വെയർ we cannot distinguish into calyx and corolla. അല്ലെങ്കിൽ in certain flower like lily we cannot distinguish എന്ന് ചേർത്താൽ തിരിച്ചറിയുക what calyx and corolla. Such a condition that one is called പെരിയാന്ത്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ വീട്ടില് തെങ്ങിനകത്തുനിന്ന് വെള്ളക്ക ഉണ്ടാവും, വെള്ളക്ക. തെങ്ങിന്റെ പൂക്കലായിട്ടുണ്ടല്ലോ, അതിനകത്ത് വെള്ളക്ക ഉണ്ടാവും ഇങ്ങനെ. പിന്നെ ഇങ്ങനെ ആൺപൂക്കളും ഉണ്ടാകണം. തെങ്ങിന്റെ പൂക്കുല എന്ന് പറയുന്നത് ഒരേ പൂങ്കുലയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, വെള്ളക്ക കൊച്ചങ്ങാണെന്ന് പറയുന്ന സാധനത്തില്ല, അത് അതിന്റെ ഫീമെയിൽ ഫ്ലവർ ആണ്. അപ്പൊ നിങ്ങൾ ഒരു കൊച്ചങ്ങ അല്ലെങ്കിൽ ഒരു വെള്ളക്ക തറയിൽ വീണ് കിടക്കും, നിങ്ങൾ എടുക്കുകയാണ്. എടുത്തപ്പോ കാണാം ഇങ്ങനെ അല്ലെ, ഇങ്ങനെ കാണും. നിങ്ങൾ ഇളക്കിയപ്പോ കാണാം മൂന്ന് ഇങ്ങനെ ഒരു 3 തോട് കാണും, അല്ലെ? ഇതൊരു ഫ്ലവറാണ്. അപ്പൊ ഇതെന്തുവാ? അതിന്റെ കാലിക്സ് ആണ്, കൊറോളയാണ്. ഇത് ഫീമെയിൽ ഫ്ലവർ ആണ്. ഇത് ആൻഡീഷ്യം ഇല്ല, ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വെള്ളക്കയുടെ പുറമെ കാണുന്ന ഈ തോടെന്ന് പറയുന്നത് അതിന്റെ പെരിയാന്താണ്, അല്ലെ? ഇപ്പൊ പൂവെന്ന സങ്കല്പത്തിൽ നമുക്ക് ഇങ്ങനെയാണ് സങ്കല്പമെങ്കിലും ഇതും പൂവാണ്. തെങ്ങിന്റെ ആൺപൂക്കൾ നെല്ലിന്റെ പോലെ പോയി അതും പൂവാണ്. എല്ലാ പൂകളും പലയിടത്തിലാണ് കാണപ്പെടുന്നത്. ഇവിടെ സം ഫ്ലവേഴ്സ് വി cannot distinguish calyx and corolla. Such a condition is called പെരിയാന്ത്. ഒരു ചോദിക്കും പെരിയാന്ത്. ഓക്കെ, ഇനി പൂക്കൾ ബൈസെക്ഷലും ഉണ്ട്, യൂണിസെക്ഷൽ ഫ്ലവറും ഉണ്ട്. അത് ഓർക്കാം. അപ്പൊ ഞാനിത് വായിക്കാണ്, ഇതൊക്കെ വരച്ചാണ്. ഇതൊക്കെ ഇനിയിപ്പോ സ്പീഡ് നമുക്ക് എടുത്തേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു പൂ നോക്കിയപ്പോ എനിക്ക് ഇങ്ങനെ കണ്ടു, ഒരു പൂവാണ് കാലിക്സ്, കൊറോള, ഇതിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ആൻഡീഷ്യം മാത്രമേ ഉള്ളൂ, അല്ലേ? വേറെ കൂടുതൽ നോക്കി. അപ്പൊ ഞാൻ നേരത്തെ വെള്ളക്ക വരച്ചല്ല, അതുപോലെ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ ഇത് ഏത് ഫ്ലവർ ആണ്? ഇത് ഫീമെയിൽ ഫ്ലവർ ആണ്, ഇതോ മെയിൽ ഫ്ലവർ ആണ്. ഈ മെയിൽ ഫ്ലവറിനാണ് അതിനെ നമ്മള് സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. Male flower is called staminate flower, where female flower is called pistillate flower. Male flower is called staminate flower, female flower is called dash. അപ്പൊ എല്ലാവരും ഗൈനീഷ്യമേറ്റ് എഴുതി വെക്കും. പിസ്റ്റിലേറ്റ് ഫ്ലവർ ആണ് ഇത്, മനസ്സിലായില്ല? സോ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വെവ്വേറെ ഉണ്ട് ചെടിക്കകത്ത്. നിങ്ങൾ പപ്പായ എടുത്ത് നോക്കൂ, ആൺചെടി പെൺചെടി വെവ്വേറെ അല്ലേ? തെങ്ങെടുത്ത് നോക്കൂ, തെങ്ങ് പൂക്കളേക്കാൾ ആൺപൂവും പെൺപൂവും വെവ്വേറെ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. So there are male flowers and female flowers. So this is a unisexual flower.
പക്ഷെ നേരത്തെ വരച്ചത് എന്തായിരുന്നു? ദാറ്റ് വാസ് എ ബൈസെക്ഷൽ ഫ്ലവർ അല്ലെ? നേരത്തെ വരച്ചത് എന്തായിരുന്നു? അത് ബൈസെക്ഷൽ ഫ്ലവർ ആയിരുന്നു. യൂണിസെക്ഷലും ബൈസെക്ഷലും. മനുഷ്യരാണ് ബൈസെക്ഷൽ യൂണിസെക്ഷൽ. പക്ഷെ യൂണിസെക്ഷൽ അല്ലേ? ആണും പെണ്ണും വേറെ അല്ലേ? പക്ഷെ മണ്ണിനെയോ ബൈസെക്ഷലാണ് അല്ലേ? അതുപോലെ ധാരാളം ചെടികളും ബൈസെക്ഷലാണ്. നമ്മൾ നൊട്ടുവെക്കിയ ചെടികളും ബൈസെക്ഷലാണ്. പക്ഷെ യൂണിസെക്ഷൽ പ്ലാന്റ് ഉണ്ട് കേട്ടോ. പപ്പായ, അതുപോലെ ജാതി ചെടി, അതുപോലെ പിന്നീട് ഈന്തപ്പന, കൊടംപുളി, ഇങ്ങനെ ആൺപെൺ ചെടികൾ വെവ്വേറെ ഉണ്ട്. ഈ റംബൂട്ടാനൊക്കെ ആൺചെടി പെൺചെടി വെവ്വേറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്? യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആണ്. യൂണിസെക്ഷൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് യൂണിസെക്ഷൽ ഫ്ലവർ. മാങ്ങ എന്ന് പറയുന്നത് ബൈസെക്ഷൽ ഫ്ലവർ ആണ് ഉണ്ടാകുന്നല്ലേ? തെങ്ങ് ഒരു ബൈസെക്ഷൽ പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ശരിയല്ലേ? തെങ്ങെന്ന് പറയുന്നത് ഒരു ബൈസെക്ഷൽ പ്ലാന്റ് വിത്ത് യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. ഓക്കെ, ഡൗട്ടില്ലല്ലോ? യെസ്. ഇനി നമ്മൾ വേറെ കാര്യം പഠിക്കും. വീണ്ടും നമ്മൾ കണ്ടോണം കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നില്ല. ഈ വീഡിയോ ആണ് നിർത്തിയിട്ട് അരമണിക്കൂർ 10 മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ നിർത്തിക്കോളൂ. പിന്നെ അരമണിക്കൂർ കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇതെല്ലാം വരച്ചെടുത്ത് പഠിച്ചോണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർലേറ്റ് ഫ്ലവർ, പിസ്റ്റേറ്റ് ഫ്ലവർ. അടുത്തത് ഞാൻ 3 ഫ്ലവർ വരയ്ക്കാൻ പോവാം. ഈ 3 പൂക്കൾക്കുള്ള പ്രത്യേകത എന്ന് പറയാം. ഇവിടെ അങ്ങ് പഠിക്കാൻ പോകുന്നത് സിമെട്രി. സിമെട്രി എന്ന സാധനം പഠിക്കും. ഈ പൂവിനെ ഞാൻ ഇങ്ങനെ മുറിക്കുന്നു വെച്ചാൽ ഇങ്ങനെ 2 തുല്യ ഭാഗങ്ങൾ അല്ലേ? ഞാൻ ചരിച്ചിട്ട് ഇങ്ങനെ മുറിച്ചാലോ? മൊത്തത്തോട് ഇങ്ങനെ ചരിച്ച് മുറിച്ചാലോ? ഇങ്ങനെ മുറിച്ചാലോ? എങ്ങനെ മുറിച്ചാലോ? ഇപ്പൊ ഈ ചോക്ക്, ഈ ഫുൾ ചോക്കായിരുന്നു. ആദ്യമേ വരും ഫുൾ ചോക്കായിരുന്നു. ഞാൻ ഈ ചോക്കിന് ഇങ്ങനെ മുറിച്ചാൽ മത്യം, ഇതാണ് മത്യത്തൂടെ കടന്നു പോകണം. 2 തുല്യഭാഗം കിട്ടുമല്ലോ. ചിലപ്പോ ഇങ്ങനെ മുറിക്കുന്നെങ്കിലും മത്യത്തൂടെ 2 തുല്യഭാഗം കിട്ടും. ഇങ്ങനെ മുറിക്കുന്നെങ്കിലും 2 തുല്യഭാഗം കിട്ടും. എങ്ങനെ മുറിച്ചാലും 2 തുല്യഭാഗം കിട്ടും അല്ലേ? ഇങ്ങനെയുള്ള ഫ്ലവറിനെ വിളിക്കുന്നത് ആക്ടിനോമോർഫിക് ഫ്ലവർ. ആക്ടിനോമോർഫിക് ഫ്ലവർ അഥവാ റേഡിയൽ സിമെട്രി. സൂടെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, റേഡിയൽ സിമെട്രി. So what is an actinomorphic flower? A flower can be cut into 2 equal halves through any plane passing through the center. ഇങ്ങനെ പഠിക്കാനല്ല, ഇങ്ങനെ റേഡിയൽ എന്നാ പറയുന്നത്. റേഡിയൽ പ്ലെയിൻ. A flower can be cut into 2 equal halves passing when cutting cut into 2 equal halves through passing through the center. അല്ലേ? A flower can be cut into 2 equal halves when passing through the center. ഒരു പൂവിനെ 2ആയി മുറിച്ചാൽ മധ്യത്തൂടെ റേഡിയൽ പ്ലെയിനിൽ മുറിച്ചാൽ, ഏത് പ്ലെയിനിൽ മുറിച്ചാൽ 2 തുല്യ ഭാഗം കിട്ടും. അതിന് വിളിക്കുന്ന പേരെന്താണ്? ആക്ടിനോമോർഫിക് അഥവാ റേഡിയൽ സിമെട്രി. അപ്പൊ അങ്ങനെയുള്ള ജന്തുക്കളുണ്ടാവും. അങ്ങനെയുള്ള ജന്തുക്കൾ കിട്ടാൻ പാടാം. മണ്ണിനെയൊക്കെ പിടിച്ചു വെച്ച് 2ആയിട്ട് മുറിക്കാനല്ലേ? പക്ഷെ വലിയ പാടാം. അങ്ങനെ ജന്തുക്കളുണ്ട്. സൂളങ്ങൾ പഠിക്കും. ചെമ്പരത്തി പോയിട്ട് പിടിച്ചിരുന്നു. നിങ്ങൾ എങ്ങനെ മുറിച്ചാലും 2 തുല്യം കിട്ടും അല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ആക്ടിനോമോർഫിക് അഥവാ റേഡിയൽ സിമെട്രി. ഞാൻ വായിക്കാം. When a flower can be divided into 2 equal radial halves. Radial half ഇങ്ങനെ വിളിക്കാമല്ലോ, ഇങ്ങനെ. In any radial plane passing through the center. Any radial plane passing through the center. ഇതിന്റെ എക്സാമ്പിൾസ് പുസ്തകത്തിൽ കൊടുത്തെല്ലാം പഠിക്കും. 1 മസ്റ്റാർഡ്, കടുക്. 2 ഡെറ്റൂറ. 3 ചില്ലി. മസ്റ്റാർഡ്, ഡെറ്റൂറ, ചില്ലി. മസ്റ്റാർഡ് കടുകാണ്, നിങ്ങൾക്കറിയാം. ചില്ലി മുളകാണെന്ന് നിങ്ങൾക്കറിയാം. ഡെറ്റൂറ എന്ന് പറഞ്ഞാൽ ഉമ്മം. ഉമ്മം എന്ന് ചെടിയാണ് കേട്ടോ. ഉമ്മം. ഈ നാട്ടുപുറത്തുള്ള ഉമ്മത്തുങ്ക എന്നൊക്കെ പറയും. ഉമ്മം എന്ന് പറയുന്നത്
അതിന്റെ ഒരു വലിയ ഇലയുള്ള ചെടിയാണ്. ഈ കായൽ ശരിക്കും ഈ വയലിന്റെ അടുത്ത് കാണും. ഫോട്ടോ ആയിട്ട് കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ സംഭവം. വലിയൊരു പൂ ഇങ്ങനെ തൂങ്ങിക്കിടക്കും, വെള്ളപ്പൂ. ഈ ആസ്മയൊക്കെ ഉള്ളവർ അത് കൊണ്ടുവന്നിട്ട് അതിന്റെ പൂ ഉണക്കി പിടിച്ച് പീടിയൊക്കെ വലിക്കുന്നത് കണ്ടിട്ടുണ്ട് പണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല, പണ്ടങ്ങനെ ചെയ്യാറ് ഉമ്മ. സോ ദാറ്റ്സ് കോൾഡ് ആക്ടോമോർഫിക് അഥവാ റേഡിയൽ സിമെട്രി. അപ്പൊ എന്നെ അങ്ങനെ രണ്ട് അറ്റത്തൂടെ കിടക്കുന്ന മുറിച്ച എല്ലാ ഭാഗങ്ങളും രണ്ട് തുല്യം കിട്ടും. ഇങ്ങനെ മുറിച്ചാൽ രണ്ട് തുല്യം കിട്ടും അല്ലേ? പക്ഷെ ഇങ്ങനെ മുറിച്ചാലോ കണ്ണ് രണ്ടും ഇവിടെ ബാക്ക് കണ്ടില്ല. അപ്പൊ ഇങ്ങനെ മുറിച്ചാൽ കിട്ടത്തില്ല അല്ലേ? അപ്പൊ എന്നെ ഇങ്ങനെ ഞാൻ ആക്ടോമോർഫിക് അഥവാ റേഡിയൽ സിമെട്രി ആണോ? അല്ല. പക്ഷേ ഇത് നോക്കൂ, ഞാൻ ഇങ്ങനെ മുറിച്ച രണ്ട് കിട്ടും, പക്ഷെ ഇങ്ങനെ മുറിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് എന്റെ സെന്റർ. അതിൽ കൂടെ ഇങ്ങനെ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ കീറിയ ഒരു പാതി ഇങ്ങോട്ട് ഒരു പാതി അങ്ങോട്ട്, അങ്ങനെ മുറിച്ചാൽ രണ്ട് തുല്യം കിട്ടും അല്ലേ? ദിസ് ഇസ് കാൾഡ് സൈഗോമോർഫിക് ഫ്ലവർ അഥവാ ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി, സൈഗോമോർഫിക് ഫ്ലവർ അഥവാ ബൈലാറ്ററൽ സിമെട്രി. അപ്പൊ എങ്ങനെ പറയും? ഇത് നമ്മൾ പറയുന്നത് വി ക്യാൻ കട്ട് ഇൻടു ടു ഈക്വൽ ഹാഫ് ത്രൂ എനി റേഡിയൽ പ്ലെയിൻ അല്ലേ? വി ക്യാൻ കട്ട് ഓൺലി ഇൻടു ടു ഈക്വൽ ഹാഫ് ഓൺലി ത്രൂ എ സിംഗിൾ പ്ലെയിൻ. ഇവിടെ എനി ആണെങ്കിൽ ഇവിടെ സിംഗിൾ, ആ വാക്ക് മാറ്റിയാൽ. ഇവിടെ എനി റേഡിയൽ പ്ലെയിൻ, ഇവിടെ ഓൺലി എ സിംഗിൾ റേഡിയൽ പ്ലെയിൻ. അതൊരു വ്യത്യാസം. ഇങ്ങനെ കീറിയാൽ കിട്ടും, ഇങ്ങനെ കീറിയ കിട്ടത്തിലാണ് ഒരു വലുതും ചെറുതായിട്ട്. പിന്നെ എങ്ങനെ കീറിയാലും വ്യത്യാസം. ഞാനൊരു എക്സാമ്പിൾ വെച്ചതേ ഉള്ളൂ കേട്ടോ. സോ ദിസ് കാർഡ് ബൈലാറ്ററൽ സിമെട്രി അഥവാ സൈഗോമോർഫിക് ഫ്ലവർ. അത് വായിക്കാൻ എന്താണെന്ന്, ഫ്ലവർ ക്യാൻ ബി കട്ട് ഇൻടു ടു ഈക്വൽ ഹാഫ് ത്രൂ only one particular vertical plane. ഉണ്ട്, only one particular, ഇങ്ങനെ മാത്രം, വേറെ പ്ലെയിൻ കൂടെ കിട്ടത്തില്ല. ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാൻ എന്തൊക്കെയാണ്? ഒന്ന് പി ഫയർ, മറ്റൊന്ന് ഗുൽമോഹർ, മറ്റൊന്ന് ബീം, മറ്റൊന്ന് കാശിയ. കണിക്കൊന്ന പൂരൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കും അങ്ങനെയല്ല, കണിക്കൊന്നൊക്കെ അങ്ങനെയാണ്. അപ്പൊ പയറ്, കണിക്കൊന്ന, ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജമല്ലി വരുന്ന വലിയൊരു മരം ഉണ്ടല്ലോ, ഗുൽമോഹർ, രാജമല്ലി. മറ്റൊന്ന് ബീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസ്, പയർവർഗം തന്നെയാണ്. അപ്പൊ ഇതിനെല്ലാം തന്നെ ഇതാണ് ബൈലാറ്ററൽ സിമെട്രിയാണ്. നമ്മൾ ഇത് എന്താ ചോദിക്കുക, എക്സാമ്പിൾ ആയി കളിക്കുന്നത്. ഇനി ഒരു പ്ലെയിനിലൂടെ മുറിച്ചാലും രണ്ട് തുല്യം കിട്ടത്തില്ല. ഇങ്ങനെ മുറിച്ചാലും കിട്ടത്തില്ല, ഇങ്ങനെ മുറിച്ചാലും കിട്ടത്തില്ല, എങ്ങനെ മുറിച്ചാലും കിട്ടത്തില്ല. അങ്ങനെയുള്ള ചില പൂക്കളുണ്ട്. അസിമെട്രിക് ഫ്ലവർ, അസിമെട്രിക് ഫ്ലവർ അഥവാ ഇറഗുലർ. മറ്റൊരു പേരുണ്ട് ഇറഗുലർ, അസിമെട്രിക് ഓർ ഇറഗുലർ. We cannot divide into two equal half through any plane. ഒരു പ്ലെയിനിലൂടെ രണ്ടായിട്ട് പഠിക്കാനുള്ളതില്ല. ഒരു എക്സാമ്പിൾ രണ്ടായി പഠിക്കാൻ നല്ലത് കാനച്ചെടിയാണ്. കാനച്ചെടിയാണ്. കാന നിങ്ങൾക്ക് അറിയാൻ, നിങ്ങൾ മൃഗശാലകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ റോഡ് സൈഡിൽ നടുക്ക് ഡിവൈഡറിലൊക്കെ നിൽക്കുന്ന ഈ കാനച്ചെടിയാണ്. കാന തിരുവനന്തപുരത്ത് പോയാലും മൃഗശാല എടുത്ത് പോകുമ്പോൾ റോഡിന് നടുക്ക് സെൻട്രലായിട്ട് ഡിവൈഡർ നിർത്തിയിട്ട ചെടിയാണ് ഈ കാനച്ചെടി. വലിയ ഇലയാണ്. പടം ഞാൻ കാണിക്കുന്നുണ്ട്. Okay, so what are the three symmetric flowers? Actomorphic അഥവാ radial symmetry, zygomorphic അഥവാ bilateral symmetry, asymmetrical flower അഥവാ irregular flower. അല്ലേ? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, സ്ഥിരം ചോദിക്കുന്നതാണ്. രണ്ടാം ദിവസം ചോദിക്കുന്ന എക്സാമ്പിൾസ് ആയിരിക്കും. പരീക്ഷയ്ക്കും എക്സാമ്പിൾ ചോദിച്ചുകൂടായൊന്നുമില്ല കേട്ടോ, പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എക്സാമ്പിൾ ചോദിക്കും, പഠിച്ചു വെച്ചോളൂ. Flower can be cut into two equal half through any radial plane is called actomorphic or radial symmetry. The flower can be cut into two equal half only one particular plane is called zygomorphic. A flower cannot be cut into any two equal half through any plane is called asymmetric or irregular flower. ഇതൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ, കാനഡ പൂങ്ങിയൊന്നുമല്ല. ഞാൻ ആരാപ്പോഴും എന്നെ ഇങ്ങനെ മുറിച്ചാൽ എനിക്ക് തുല്യം കിട്ടും അല്ലേ? അതുകൊണ്ട് ഞാൻ ആരാണ് ഇവിടെ ബൈലാറ്ററൽ സിമെട്രി അല്ലേ? പഠിച്ചോ. ഓക്കെ, ഇനി പഠനം ദിവസമൊന്നുമില്ല, പഠിച്ചു പഠിച്ചോ. എക്സാമ്പിൾ അതേ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ വായിക്കാം. നിങ്ങൾ ചെമ്പരത്തിക്ക് എത്ര ദളങ്ങളുണ്ടെന്ന് പറഞ്ഞു? ചെമ്പരത്തിക്ക് 5 കാലിക്സ് അല്ലേ, 5 സെപ്പൽ, 5 പെറ്റൽ, ധാരാളം സ്റ്റേമൻ, 5 കാട്ട്, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 5 തെക്കുന്നത് 5 ഇങ്ങനെ പോകുന്നത്. ചിലപ്പോൾ 5 ചിലപ്പോൾ 3 ഇങ്ങനെ പോകുന്നത്. 3 കാലിക്സ്, 3 അല്ലെങ്കിൽ 3 സെപ്പൽ, പെറ്റൽ, ആംബിഷൻ, ഇങ്ങനെ പോകും.
അല്ലെങ്കിൽ 4 4 4 4 4 സെപ്പൽ, 4 പെറ്റൽ, 4 സ്റ്റെമൽ, 4 കാർബൺ. ഇതിനെ പോലെ ഒരു പേരുണ്ട്. മൂന്നെണ്ണം ഇത് പറ്റി ട്രൈമീറസ് ഫ്ലവർ. 4 ടെട്രാമീറസ് ഫ്ലവർ. 5 വെച്ചാണെങ്കിൽ പെന്റാമീറസ് ഫ്ലവർ. ഈ കാൽസ്യം കുറവുള്ള മാത്രമേ കറക്റ്റായിട്ട് എടുക്കുന്നത്, ബാക്കിക്കകത്ത് വ്യത്യാസമില്ല കേട്ടോ. ഈ ട്രൈമീറസും പെന്റാമീറസും നിങ്ങൾ ആദ്യം കേൾക്കുമല്ലോ, എവിടെ ഒന്നും കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാണ് യു ഹാവ് സ്റ്റഡി ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് അല്ലേ? അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫറൻസ്? ട്രൈമീറസും പെന്റാമീറസും അല്ലേ? ഓൾ മോണോക്കോട്ട്സ് മേ ബി ട്രൈമീറസ് ആൻഡ് ഓൾ ഡൈക്കോട്ട്സ് മേ ബി പെന്റാമീറസ് പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടസ് പോയിന്റ് ആണ്, പുസ്തകത്തിലുണ്ട്, എങ്കിലും പഠിച്ചോ. അതായത് ഇഫ് ദ ഫ്ലോറൽ petals or floral parts are multiple of 3 trimers, multiple of 4 tetramers, multiple of 5 pentamers. That's all. Next one. ഇനി നിങ്ങൾ ചെമ്പരത്തി ഞാൻ നേരത്തെ വരച്ചപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെമ്പരത്തി ഉണ്ടല്ലോ, പോയി നോക്കേ. ഈ തണ്ട് താഴെ ഞാൻ എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ? ഇങ്ങനെ സാധനമാണ് കണ്ടോ? ഇതൊക്കെ കാലിക്സ് അല്ലേ? ആക്ച്വലി ഇതിനെ വരികയാണ് ബ്രാക്റ്റ് എന്നാണ്. ബ്രാക്റ്റ്. ബൊഗെയിൻവില്ല കടലാസ് കേട്ടിട്ടുണ്ടോ? കടലാസ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ ഇരിക്കും അല്ലേ? അതിന്റെ അടുത്താണ് പൂ ഇങ്ങനെ ഇരിക്കും. ഇതാണ് പൂ. ഇത്രേ ഉള്ളു പൂ. ഇതതിന്റെ ഇല പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇങ്ങനെയുള്ള ഇല പോലെ ഇരിക്കുന്ന സെക്ഷൻ വിളിക്കുന്നത് ബ്രാക്റ്റ്. ബ്രാക്റ്റ് എന്ന് പറയും. ബ്രാക്റ്റ്. അപ്പൊ എന്താണ് ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ? In certain flowers like bougainvillea and hibiscus, there is a reduced leaf-like structure found at the base of the pedicel. പെഡിസലിന്റെ ബേസിലായിട്ട് ലീഫ്-ലൈക്ക് സ്ട്രക്ചർ കാണും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാക്റ്റ്. ഇപ്പൊ ചെമ്പരത്തി ബൊഗെയിൻവില്ലയിലൊക്കെ അതുണ്ട്. ചെമ്പരത്തിയിലും ബൊഗെയിൻവില്ലയിലും ഫ്ലവർ കൂടാതെ ഇല പോലെയുള്ള കളർ സ്ട്രക്ചർ കാണും. ഇതിനാണ് ബ്രാക്റ്റ്. ഈ ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ബ്രാക്റ്റേറ്റ് ഫ്ലവർ എന്നും, ബ്രാക്റ്റ് ഇല്ലെങ്കിൽ എബ്രാക്റ്റേറ്റ് ഫ്ലവർ എന്ന് വിളിക്കും. അപ്പൊ ചെമ്പരത്തി എന്ന് പറയുന്നത് ബ്രാക്റ്റേറ്റ് ഫ്ലവർ ആണ്, എന്നാൽ പയറൊരു എബ്രാക്റ്റേറ്റ് ഫ്ലവർ. രണ്ടു പേരാണല്ലോ. എൻട്രൻസ് വേണ്ടി പഠിച്ചാൽ മതി, പുസ്തകത്തിൽ ഉള്ളതാണ്. അത് ഓർത്തോണം, ബോർഡ് എക്സാം ചെയ്ത്. ഇനി ഇതോട് പഠിക്കാൻ പോകുന്നത് പൂക്കളെ 3 തരംതിരിക്കുന്ന കഥ. ബേസ്ഡ് ഓൺ ദി position of calyx, corolla, androecium in the thalamus in respect to ovary അല്ലെങ്കിൽ ഗൈനീഷ്യം. respect to ഗൈനീഷ്യം. ovary അല്ല, ഗൈനീഷ്യം. ഈ ഗൈനീഷ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം എന്നിവ തലാമസിൽ എവിടെ ഫിച്ചിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. നമ്മളിപ്പോ ഒരാള് ഇപ്പൊ നിങ്ങളത് പറയാണ്, ഇത് ഞാൻ പറയാം ഇതൊരു വലിയ തേങ്ങയാണ്, ഇത് വലിയ തേങ്ങയാണ്, നിങ്ങളിത് വലുതാണെന്ന് അങ്ങനെ പറയും. Okay. But based on the position of the calyx, corolla and androecium on the thalamus in respect of gynoecium. അപ്പം ഞാൻ ഈ പറയാ ഇപ്പൊ തേങ്ങ, ഇത് ഞാൻ പറയാം ഇത് ചെറിയ തേങ്ങ, അല്ലെങ്കിൽ ഞാൻ പറയാം ഇത് വലിയൊരു തേങ്ങ. അപ്പൊ നിങ്ങൾ പറയും ഒരെണ്ണം വെച്ചോണ്ടാണ് നമ്മൾ വലുത് ചെറുതെന്ന് പറയുന്നത്. അതിന്റെ അടുത്തിരിക്കുന്ന തേങ്ങയായിട്ട് നോക്കിയിട്ട് രണ്ടെണ്ണം നിന്നാലും ഒന്ന് വലുത് ചെറുതെന്ന് പറയാം അല്ലേ? ഇപ്പൊ ഞാൻ അപ്പുറം 2 തേങ്ങകൾ വരച്ചു. പൊതിച്ച തേങ്ങയാണ്, ചകിരിയല്ല, ഇത് തേങ്ങയാണ്. അപ്പൊ നിങ്ങൾ പറയാണ് ഇത് വലുതല്ല, ഇതാണ് വലുത് അല്ലേ? ഇത് മാത്രം കാണിച്ചാൽ പറയും ഇതാണ് വലുത്. പക്ഷെ ഇത് 3 കാണിച്ചപ്പോൾ ഇതാണ് വലുത്. അപ്പൊ നമ്മൾ ഒന്നിനെ മറ്റൊന്ന് കമ്പയർ ചെയ്യല്ലേ? അതുപോലെയാണ് ഇയാളുടെ പൊസിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവരെവിട്ടിരിക്കുന്നു.
അങ്ങനെ നോക്കിയാൽ നമുക്ക് പൂവിനെ 3 തരംതിരിക്കാം. ഞാൻ 3 പടം വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 1 തലാമസ്, ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, കൊറോള, കാലിക്സ്. അല്ലെ? അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ തലാമസിന്റെ ഏറ്റവും മുകളിലാണ് ആയിരിക്കുന്നത് ഗൈനീഷ്യം ഇരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം അതിന് താഴെയാണ്. അല്ലെ? അപ്പൊ ഇവിടെ ആരാണ് ഏറ്റവും മുകളിൽ? ഗൈനീഷ്യം ഈസ് ഇൻ ദ സുപ്പീരിയർ പൊസിഷൻ. അപ്പൊ ഇവിടെ ഗൈനീഷ്യം മുകളിൽ, മറ്റുള്ളവർ താഴെ ആണ്. താഴെ എന്നുള്ളത് എന്താണ്? ഹൈപ്പോഗൈനസ്. ഹൈപ്പോഗൈനസ്, ഗൈനീഷ്യത്തിന്റെ താഴെ. ആര്? മറ്റുള്ളവർ. അല്ലെ? മറ്റുള്ളവർ ഗൈനീഷ്യം താഴെയാണ്. So this flower is said to be hypogynous when gynecium is at the superior position and all other parts such as androecium, corolla and calyx are below to that. മറ്റവയെല്ലാം ഇവിടെ നോക്കണം, ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നോക്കണം, അതെല്ലാം താഴെയാണ്. സോ ദിസ് കാൾഡ് ഹൈപ്പോഗൈനസ്. പക്ഷേ ഹൈപ്പോഗൈനസ് ആണെങ്കിലും നമ്മൾ 2 കാര്യം വെച്ച് പറയണം. അപ്പം ഒരിടത്ത് ചോദിക്കണം, നിങ്ങൾ വീട് എവിടെയാണെന്ന് വെച്ചാൽ പറയണം പോസ്റ്റ് ഓഫീസിന്റെ പുറകിൽ. ചോദിക്കണം പോസ്റ്റ് ഓഫീസ് അവിടെ, അതെന്റെ വീടിന്റെ മുന്നിൽ, അങ്ങനെ പറയാമല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞ എന്താണ്? ഈ വാക്ക് പറഞ്ഞത് എവരെ അനുസരിച്ചാണ്. ഇനി ഇയാൾ പൊസിഷൻ മുമ്പുള്ളതിനെ നമ്മൾ വിളിക്കാം സുപ്പീരിയർ ഫ്ലവർ എന്നും വിളിക്കാം. ആരെ അടിസ്ഥാനപ്പെടുത്തിയ സുപ്പീരിയർ എന്ന് പറയുന്നത്? ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ വെച്ച് അയാൾ സുപ്പീരിയർ, മറ്റുള്ളവർ വെച്ച് കഴിഞ്ഞാൽ അവർ താഴെ. അല്ലെ? സോ വാട്ട് ഇസ് എ ഹൈപ്പോഗൈനസ് ഫ്ലവർ? എ ഫ്ലവർ ഇൻ വിച്ച് ഗൈനീഷ്യം ഈസ് അറ്റ് ദ എപ്പക്സ് അല്ലെങ്കിൽ അറ്റ് ദ സുപ്പീരിയർ പൊസിഷൻ ആൻഡ് ആൻഡ്രീഷ്യം, കാലിക്സ് ആൻഡ് കൊറോള അല്ലെങ്കിൽ ആൻഡ്രീഷ്യം, കാലിക്സ് ആൻഡ് കൊറോള നമുക്ക് പറ്റുന്നത് അതർ ഫ്ലോറൽ വേർഡ്സ് ആർ ബിലോ ടു ഇറ്റ്. ഇറ്റ് ഇസ് കാൾഡ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. മനസ്സിലായില്ലേ? പുസ്തകം ലഭിച്ചുകൊണ്ടേ വായിക്കാം. ഓവറി അറ്റ് ദ ഹയസ്റ്റ് പൊസിഷൻ ബ്രാക്കറ്റ് സുപ്പീരിയർ, അതർ ഫ്ലോറൽ പാർട്സ് ആർ ബിലോ ടു ഇറ്റ്. തീർന്നു. ഓവറി അറ്റ് ദ ഹയർ പൊസിഷൻ ഇൻ ദ തലാമസ്, അതർ ഫ്ലോറൽ പാർട്സ് ആർ ബിലോ ടു ഇറ്റ്. തീർന്നു. ഇറ്റ് ഇസ് കാൾഡ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. എക്സാമ്പിൾ ഒന്ന് മസ്റ്റാർഡ്. നേരത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചാണോ? എന്താണത്? കടുക്, നേരത്തെ പഠിച്ചിരുന്നു അല്ലെ? മറ്റൊന്നാണ് ബ്രിഞ്ചാൾ, മറ്റൊന്ന് ചൈന റോസ്. ചൈന റോസ് ചെമ്പരത്തിയാണ്. ഓക്കെ, തീർന്നില്ലേ? ഇനി വേറെ പറയാം. ഗൈനീഷ്യം, ഇതിന്റെ ഇവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഓവർ താഴെയാണ്, അതർ ഫ്ലോറൽ പാർട്സ് ആർ എബോവ് ടു ഇറ്റ്, മുകളിലാണ്. ഓവർ താഴെയാണ്, ഫ്ലോറൽ പാർട്സ് അല്ല ഇതിന്റെ മുകളിലാണ്. ഓക്കെ, ഇതാണ് ഓവർ. ഇപ്പൊ ഗൈനീഷ്യത്തിന്റെ മുകളിലാണ് മറ്റുള്ളത് അല്ലേ? ഇപ്പൊ ഹൈപ്പോഗൈനസ് ആണ് എപ്പിഗൈനസ്. എപ്പിഗൈനസ് ഈ പൊസിഷൻ വെച്ച് എന്ത് പറയണം? ഗൈനീഷ്യത്തിന്റെ പൊസിഷൻ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് താഴെ. ഇൻഫീരിയർ. എപ്പിഗൈനസ് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് നോക്കിയേ, ബേസ്ഡ് ഓൺ ദ പൊസിഷൻ ഓഫ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, അവരുടെ പൊസിഷൻ പറയാൻ പോകുന്നത്. അതായത് ഓവറിക്ക് മുകളിൽ എപ്പിഗൈനസ്, ഗൈനീഷ്യത്തിന്റെ മുകളിൽ, ഓവർ താഴെ ഇൻഫീരിയർ. മനസ്സിലായില്ലേ? അപ്പോ ഇത് ഫ്ലോറൽ പാർട്സ് അല്ലെങ്കിൽ ഈ ഗൈനീഷ്യം ഈസ് ബിലോ ദ അതർ വേർഡ്സ്, മറ്റുള്ള ഫ്ലോറൽ പാർട്സിന് താഴെയാണ് ഗൈനീഷ്യം. ഇറ്റ് ഈസ് കാൾഡ് എപ്പിഗൈനസ്. നോക്കുക, മാർജിൻ ദിസ് അതിന്റെ ഡെഫിനിഷൻ വേറെ തരത്തിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ തന്നെയായിരുന്നു പണ്ട്. എവല്യൂഷൻ വന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്താ പറയുമ്പോൾ ഈ 2 അറ്റവും കൂടി ഇങ്ങനെ മുകളിലേക്ക് വളർന്നതിനെ കവർ ചെയ്തു. ഈ 2 അറ്റവും കൂടെ വളർന്നതിനെ കവർ ചെയ്തുകൊണ്ട് പണ്ടിവിടെ ആയാലും ഇങ്ങനെ വളർന്ന് മുകളിൽ ചെന്ന് ഉള്ളിലാക്കി. അപ്പം ഒരു കൊച്ചു മീനെ വിഴുങ്ങുന്ന പോലെ അതിനെ ഉള്ളിലേക്കാക്കി. അപ്പം ഈ കൊച്ചുമീൻ വലിയ മീൻ്റെ അകത്തായിപ്പോയി. അതാ സംഭവിച്ചത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ വളർന്ന് പൊങ്ങി ഇതിനെ കവർ ചെയ്തു. അപ്പൊ മാർജിൻ ഓഫ് ദ തലാമസ് ഗ്രോ ആൻഡ് കവറിംഗ് ദ ഓവറി സോ ദാറ്റ്
അതർ ഫ്ലോറൽ പാർട്സ് ആർ എബവ് ദ ഓവറി. അല്ലെ, പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. അതാണ് മെഷീൻ. നോക്കൂ, മാർജിൻ ഓഫ് ദ തലാമസ് ഗ്രോ കവറിംഗ് ദ ഓവറി ആൻഡ് ഗെറ്റ് ഫ്യൂസ്ഡ് വിത്ത് ദ ഓവറി വാൾ. അതർ പാർട്സ് ആർ എബവ് ദ ഓവറി. ഇവിടെ ഫ്യൂസ് ചെയ്ത് പോയത്. ഇതാണ് മെഷീൻ. നമ്മൾ വിചാരിക്കും സിമ്പിളായിട്ട് പറയുകയാണ്. ഫ്ലോറൽ പാർട്സ് ആർ എബവ് ദ ഓവറി ഈസ് കാൾഡ് എപ്പിഗൈനസ്. സമ്മതിച്ചു, മാർക്ക് തരും. പക്ഷെ ആക്ച്വലി സംഭവം നിങ്ങൾ കഥ പറയണം. എന്താണ് കഥ? മാർജിൻ ഓഫ് ദ തലാമസ് ഗ്രോ എബവ് കവറിംഗ് ദ ഓവറി ആൻഡ് ഗെറ്റ് ഫ്യൂസ്ഡ് വിത്ത് ഇറ്റ് സോ ദാറ്റ് ഫ്ലോറൽ പാർട്സ് ബിക്കം എബവ് ദ ഓവറി ഈസ് കാൾഡ് എപ്പിഗൈനസ്. ഇതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. ഒന്ന്, ഗുവ. പേര്, നിങ്ങൾ പേരയുടെ പൂ കണ്ടിട്ടുണ്ടോ? പേരയുടെ പൂ ഇങ്ങനെയല്ലേ ഇരിക്കുന്നു, കണ്ടോ? ഓവറയുടെ താഴെയല്ലേ? പാവയ്ക്കട പൂ കണ്ടിട്ടുണ്ടോ? പാവലിന്റെ ഇങ്ങനെ തൂങ്ങി കിടക്കും അല്ലേ? പെൺപൂ കണ്ടോ? ഇങ്ങനെ കിടക്കുന്നു. ഇതല്ലേ പാവയ്ക്കായി മാറുന്നു? ഓവറിയതല്ലേ? ഇതാണ് ഗുവ. എക്സാമ്പിൾ ഒന്ന്. മറ്റൊന്ന് കുക്കുംബ, വെള്ളരിക്ക. ഈ പാവലിനൊക്കെ രണ്ടുതരം പൂക്കളുണ്ട്. ഇങ്ങനെ ഒരു പൂവാണ്, ഇങ്ങനെ ഒരു പൂവാണ്. പുഴു കുത്താതിരിക്കുക. ഏതിനാണ് കവർ കുത്തിയിടുന്നത്? ഇതിനാണ് കവർ കുത്തിയിടുന്നത്. കാണുന്നത് എന്താണ്? ഫീമെയിൽ ഫ്ലവറാണ്. അതിനകത്ത് ഓവറി ഉണ്ട്. കേട്ടോ, ഓവറി ഫ്ലോറൽ പാർട്സ് ഇവിടെ അല്ലേ? തിരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ മുകളിൽ പോകത്തില്ലേ? അപ്പോ ഗുവ, കുക്കുംബർ. മറ്റൊന്നാണ് റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ. അതിനെ കുറിച്ച് അല്പം പറയാനുണ്ട്. അപ്പോ what is epigynous flower? Where margin of the thalamus grow above the ovary, covering it and fusing with it so that all other floral parts are above the ovary. Example, guava, cucumber and ray florets of sunflower. Guava, cucumber എന്ന് മനസ്സിലായി. പേരയ്ക്ക്, കുക്കുംബർ എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക. ഓക്കെ, ഈ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ ഉണ്ടോ? അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം കഥ പറയണം. ആ കഥ എന്താ നമുക്ക് നോക്കാം. സൂര്യകാന്തിയുടെ പൂവ്. സൺഫ്ലവർ എന്ന് പറയാമല്ലോ, സൂര്യകാന്തി പൂവ്. ആഹാ, ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിങ്ങനെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോ ഏതിനെ കീറി പകുതിയും മുറിച്ചാണ്. കീറിയപ്പോ വരച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ കിട്ടി. അതിൽ ഈ അറ്റത്തിരിക്കുന്നതിനകത്ത് ഇങ്ങനെ ഒരു ദളം കൂടെ കാണാം. നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യകാന്തിയുടെ പൂവെന്ന് പറയുന്നത് ഒരു പൂവല്ല, അതൊരു പൂങ്കുലയാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫ്ലോറസൻസ് ആണ്, ഹെഡ് ഇൻഫ്ലോറസൻസ്. സൂര്യകാന്തിയുടെ പൂങ്കുലയാണത്, അത് പൂവല്ല, പൂങ്കുലയാണ്. ഇറ്റ് ഈസ് കാൾഡ് ഹെഡ് ഇൻഫ്ലോറസൻസ്. ഹെഡ് ഇൻഫ്ലോറസൻസ്. അതിൽ രണ്ടു തരം പൂക്കളുണ്ട്. ഈ വശത്തിരിക്കുന്ന പൂവിലാണ് ഇങ്ങനെ ഒരു ദളം കൂടെ കാണും. അത് ഞങ്ങൾ മാറ്റി വരയ്ക്കുക. അതാണിത്. ഇതിനെ വിളിക്കാറാണ് റേ ഫ്ലോറൻസ്. ഇതാണ് എന്റെ ഓവറി, ഇതാണ് എന്റെ കാലിസും കൊറോള. ഇത് അതിന്റെ വലിയൊരു കൊറോളയുടെ ദളമാണ്. ഇനി ഇത് നടുക്ക് കാണുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാണുന്നില്ല, അതിങ്ങനെ കാണത്തുള്ളൂ. അതും ഓവറി ഇവിടെ താഴെയുണ്ട്. ഇതിനെ വിളിക്കാണ് ഡിസ്ക് ഫ്ലോറൻസ്. രണ്ടിലും ഡൈനീഷൻ താഴെയല്ലേ, ഓവറി താഴെയല്ലേ, അല്ലേ? രണ്ടും ഇതിന് എക്സാമ്പിൾ ആണ്. ബോത്ത് ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് എപ്പിഗൈനസ് ഫ്ലവർ. പക്ഷെ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് പറയുന്നുള്ളൂ, റേ ഫ്ലോറൻസിനെ കുറിച്ച് പറയും. ഇതിന്റെ പൂക്കളെ വിളിക്കുന്ന പേരാണ് ഫ്ലോറൻസ്. പൂവിനെ, ഇത് മൊത്തത്തിൽ പൂവിലാണെങ്കിൽ അതിൽ ഓരോ പൂവിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോററ്റ്. ഫ്ലോററ്റ് എന്ന് വിളിക്കും. റേ ഫ്ലോററ്റ്, ഡിസ്ക് ഫ്ലോററ്റ്. മനസ്സിലായോ? നമ്മൾ പറയുകയാണെങ്കിൽ എൻട്രൻസിന്റെ ചോദ്യമാണ് സ്ഥിരം. സൂര്യകാന്തിന്റെ പൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺഫ്ലവർ. അതൊരു പൂവല്ല, അത് പൂങ്കുലയാണ്, ഇൻഫ്ലോറസൻസ് ആണ്. അത് രണ്ടു തരം ഫ്ലോററ്റ്സ് ഉണ്ട്. വശത്ത് കാണുന്നതിനെ റേ ഫ്ലോററ്റ്സ് എന്ന് വിളിക്കും. അതിനകത്തൊരു എക്സ്ട്രാ ദളം കൂടി കാണാൻ ഇൻവല്യൂക്കർ എന്നാണ് വിളിക്കുന്നത്. പഠിക്കാൻ നോക്കുന്നത് പഠിച്ചോളൂ, ഇൻവല്യൂക്കർ. ഇൻവല്യൂക്കർ ഉള്ള പൂവിനെ വിളിക്കാനാണ് റേ ഫ്ലോററ്റ്സ്. അതിന്റെ ഓവർ താഴെയാണ്, സ്വാഭാവികമായിട്ടും ഓവർ താഴെയാണല്ലോ. ഡിസ്ക് ഫ്ലോററ്റ് അങ്ങനെ തന്നെയാണ്. പുസ്തകത്തിൽ പറയുന്നതേ ഉള്ളൂ. അടുത്തത് അപ്പൊ രണ്ടെണ്ണം പഠിച്ചല്ലോ. അതൊക്കെയാണ് ഹൈപ്പോഗൈനസും എപ്പിഗൈനസും. വരച്ചല്ലോ, ഞാൻ വായിക്കാൻ പോകും.
ഇതൊക്കെ വരച്ചു വെച്ചോണം ആവശ്യക്കാര്. ചില്ലടിക്കുക, വരച്ചു വയ്ക്കുക. ഈ പുസ്തകത്തിന് ഇത് തന്നെ ഓരോ പടങ്ങളേ ഉള്ളൂ. പക്ഷെ അടുത്ത നമ്മൾ പെരിഗൈനസ് എന്നാണ് വിളിക്കുന്നത്. അതിൽ 2 പടം വരച്ചു. 2 ഇതൊന്നും തന്നെയാണ്. 2 പടം വരച്ചു. ഒന്നിങ്ങനെ കണ്ടോ, തലാമസ് ഇങ്ങനെ വളർന്നൊരു കപ്പ് പോലെയായിട്ട് ഗൈനീഷ്യം അതിനെ നടുക്കുന്ന. ഗൈനീഷ്യം അതിനെ നടക്കുന്നു. എന്നിട്ട് ആംബീഷ്യവും കാലിക്സും കൊറോളയെല്ലാം ഇതൊരു കപ്പ് പോലെയാണ് ഇരിക്കുന്നത്. ഈ കപ്പിന്റെ വശത്തുനിന്നാണ് ഈ കീറുകയാണെങ്കിൽ തലാമസിസ് ആസ് എ കപ്പ്, തലാമസ് കപ്പ്. ഇതിന്റെ ഏകദേശം ഇത്ര ഭാഗം വരും. എന്റെ പകുതി ഓവറി എന്റെ പകുതിക്ക് വരും. അപ്പൊ ഇത് എപ്പിഗൈനസും അല്ല, പെരിഗൈനസും അല്ല. എപ്പിഗൈനസും അല്ല, ഹൈപ്പോഗൈനസ്. കാർഡ് പെരിഗൈനസ് അല്ലെ. ഹാഫ് ഇൻഫീരിയർ എന്നോ ഹാഫ് സുപ്പീരിയർ എന്ന് പറയും അല്ലെ. ഹാഫ് ഇൻഫീരിയർ ആണോ ഹാഫ് സുപ്പീരിയർ എന്നാണ്. പക്ഷേ പുസ്തകത്തിൽ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയുന്നത്, ഹാഫ് സുപ്പീരിയർ. കാർഡ് ഹാഫ് ഇൻഫീരിയർ. NSC ചോദിച്ചിട്ടുണ്ട് പെരിഗൈനസിന്റെ കറക്റ്റ് ടേം എന്താണ്. ഹാഫ് ഇൻഫീരിയർ ആണോ ഹാഫ് സുപ്പീരിയർ ആണോ, സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ? ഏതാണ് ഹാഫ് ഇൻഫീരിയർ. അപ്പോ ഇതെന്താ പറയേണ്ടത്? ഈ തലാമസ് ഡെവലപ്പ് ആസ് എ കപ്പ്, ഗൈനീഷ്യം ഡെവലപ്പ് അറ്റ് ദ സെന്റർ ഓഫ് ദ കപ്പ് ആൻഡ് അതർ ഫ്ലോറൽ പാർട്സ് അറ്റ് ദ ബ്രിം. ബ്രിം റിം എന്നാണ്, റിം ഓഫ് ദ കപ്പ്. റിം RIM. റിം എന്ന് വെച്ചാൽ ബ്രിം എന്നാണ്. നിങ്ങളുടെ സൈക്കിളിന്റെ ടയറിൽ റിമ്മില്ലേ? സാധനം തന്നെ വക്കുന്നതിന്റെ അർത്ഥം. റിം ഓഫ് ദ കപ്പ്. സ്കാർട്ട് പെരിഗൈനസ് കണ്ടീഷൻ. പുസ്തകത്തിലെ പടം ഇതുപോലെ 2 പടം പുസ്തകത്തിലുണ്ട്. ഞാൻ വിവരമായിട്ട് കാണിക്കുന്നു, ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് പ്ലം, മറ്റൊന്ന് റോസ്, മറ്റൊന്ന് പീച്ച്. പ്ലം, റോസ്, പീച്ച്. ഓക്കെ, ഇതാണ് എക്സാമ്പിൾസ്. ഈ റോസിനെ കുറിച്ചൊരു കാര്യമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. അപ്പൊ ഇത് 3 മനസ്സിലാക്കുക: ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആൻഡ് പെരിഗൈനസ് കണ്ടീഷൻ. സോ വാട്ട് ഈസ് ദിസ്? This is the arrangement of flower in respect to the calyx, corolla and androecium in the thalamus in respect to the ovary. ഓവറിയുടെ പൊസിഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തലാമസ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം എന്നിവ എവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നനുസരിച്ച് പൂരം 3 തരംതിരിക്കാം: എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ്, പെരിഗൈനസ്. ഇതിൽ ഒരു പാഠം സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്നതാണ്. നിർബന്ധമായും വരച്ചു പിടിച്ചോളും. ഏതാ ഈ പടങ്ങൾ വരച്ചു പിടിച്ചോളും. ഏത് പുസ്തകത്തിലൂടെയാണ്. ഓക്കെ.